നമസ്കാരം. ഒടുവിൽ ബോബി ചെമ്മണ്ണൂർ മുട്ടുമടക്കി സമസ്താപരാധം പറഞ്ഞ് മാപ്പിരന്നു. ജാമ്യം അനുവദിച്ചതിന് ശേഷം പുറത്തിറങ്ങാതെ നടത്തിയ ഷോയിൽ ഹൈക്കോടതി കടുത്ത നിലപാടെടുത്തതോടെയാണ് ബോബി മര്യാദക്കാരനായത്. കോടതിയോട് കളിച്ചാൽ ജയിലിലിട്ട് തന്നെ വിചാരണ നടത്തുമെന്ന് വ്യക്തമാക്കിയതോടെ ദ്രുതഗതിയിൽ ബോബി പുറത്തിറങ്ങി. വാർത്താ സമ്മേളനം നടത്തുമെന്നൊക്കെ ആദ്യം അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് എല്ലാം ഒഴിവാക്കി. മുൻപ് പറഞ്ഞതൊക്കെ വിഴുങ്ങി നല്ല കുട്ടിയായി. കാക്കനാട് ജയിലിന് പുറത്ത് ഒരു കൂട്ടം ആരാധകർ ബോബിയെ സ്വീകരിക്കാനും എത്തിയിരുന്നു. ഈ വിഷയം തന്നെയാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീമതി മാളവിക ബിന്നി, ശ്രീ ദിനുവെയിൽ, അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ, ഇന്ന് ജയിലിന് പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധിയൊക്കെ വന്നിട്ടുണ്ട്. 5 ദിവസം അകത്ത് കിടന്നാൽ ഏത് സ്ത്രീ വിരുദ്ധനും മര്യാദക്കാരനാകും എന്നൊരു പാഠം ഇതിൽ നിന്ന് സമൂഹത്തിന് ഉൾക്കൊള്ളാനുണ്ടോ? ജയിലിൽ കിടന്നാലും ഇല്ലെങ്കിലും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യം ശരിയല്ല എന്ന് കോടതി ബോബി ചെമ്മണ്ണൂരിനെ ധരിപ്പിച്ചു, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ തിരുത്തി എന്നുള്ളത് പോസിറ്റീവായ കാര്യമാണ്. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന ആരും അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തെ അനുകൂലിക്കുന്നവരല്ല. എന്നാൽ ബോബി ചെമ്മണ്ണൂരിന് കറക്റ്റ് ആകാൻ ഒരു അവസരം കൊടുക്കണമെന്നും തിരുത്താൻ ഒരു അവസരം കൊടുക്കണമെന്നും ആഗ്രഹിച്ച വ്യക്തികളാണ്. ഒരു വരി കൂടെ പറയണം, ഇത് ഇന്ററപ്റ്റ് ചെയ്യരുത്. അതായത് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ 25 വർഷങ്ങളായി കേരളീയ സമൂഹത്തിന് ചെയ്തിട്ടുള്ള ഗുണങ്ങൾ, 100 കണക്കിന് വീട് വെച്ചു കൊടുക്കൽ, 1000 ആൾക്കാർക്ക് ജോലി കൊടുക്കൽ, ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്തദാനത്തിന് പ്രേരിപ്പിക്കൽ അടക്കം കേരളീയ സമൂഹത്തിന് നമ്മളെല്ലാം ചെയ്യുന്നതിന്റെ 1000 ഇരട്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തെറ്റല്ലാതാകുന്നില്ല. അതേപോലെ പറയാനുള്ള ന്യായമോ ന്യായീകരണമോ അല്ല. കോടതി അതൊന്നും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ടാണ് തെളിവുകൾ, വീഡിയോ തെളിവുകൾ കണ്ടിട്ട് കേരള ഹൈക്കോടതി ചോദിച്ചത് എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ എന്നാണ്. അപ്പൊ കേരള ഹൈക്കോടതിക്ക് കേരളത്തിലെ ഒരു മനുഷ്യനെ നോക്കി തലയിൽ കൈവച്ച് എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ടി വന്ന അഭൂതപൂർവമായ സന്ദർഭമാണ് നമ്മൾ ബോബി ചെമ്മണ്ണൂരിൽ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബോബി ചെമ്മണ്ണൂരിന്റെ ശരികൾ വെച്ച് തെറ്റിനെ ന്യായീകരിക്കരുത്, അതേപോലെ തെറ്റുകൾ വെച്ച് ശരിയെയും മറച്ചു പിടിക്കരുത്. അത് മാത്രമാണ് പറഞ്ഞത്. 2, എന്നാൽ താൻ കേസുകൊട് എന്ന സിനിമയിൽ ശ്രീ PP കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മജിസ്ട്രേറ്റ് ആയിട്ട് നന്നായി രസകരമായി അഭിനയിച്ചിരുന്നു. അതേപോലെ PV കുഞ്ഞികൃഷ്ണൻ സാർ ഒരു ജഡ്ജിയായി നിന്നുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കറക്റ്റ് ചെയ്തത്, ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ സ്വീകരിച്ചതൊക്കെ കോടതിയുടെ ഗരിമയാണ് കാണിക്കുന്നത്. വളരെ ബാലൻസ്ഡ് ആയ വിധിന്യായമാണ്. എനിക്ക് തോന്നുന്നു ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും, ഹണി റോസിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എല്ലാം കോടതിയുടെ വിധിയിൽ ഔന്നത്യം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് കോടതി വീണ്ടും നമ്മളെ നല്ല മാർഗത്തിലേക്ക്, നല്ല നടപ്പിലേക്ക്, നല്ല രീതിയിലേക്ക് നയിക്കുകയാണ്. അതിന് കോടതിയോട് പൂർണ്ണമായി യോജിക്കുന്നു. യോജിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ, ഈ ജാമ്യ ഉത്തരവ് ഇന്നലെ തന്നെ പുറത്തിറങ്ങിയതാണ്. രാവിലെ തന്നെ രാമൻ പിള്ളയോട് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ഇന്ന് തന്നെ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കാമെന്ന് പറഞ്ഞതാണ്. 5 ദിവസം ജയിലിൽ കിടന്നില്ലേ, ഇത് സമൂഹത്തിന് ശക്തമായ ഒരു സന്ദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവ് ഇറങ്ങിയതിനു ശേഷവും ഇന്നലെ മകരവിളക്കായതുകൊണ്ട് ടെലിവിഷൻ സ്പെക്ടക്കിൾ തനിക്ക് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ ബോബി ചെമ്മണ്ണൂർ കാണിച്ച നാടകമൊക്കെ അങ്ങേക്കും അറിയാമല്ലോ. ആരാണ് അദ്ദേഹത്തിന് ആ ഉപദേശം കൊടുത്തത് എനിക്കറിയില്ല. എന്തായാലും അത് ഒക്കെ വഴിയിലിട്ട് ഓടേണ്ടി വന്ന ഒരു സാഹചര്യം ഈ ജുഡീഷ്യറിയുടെ ശക്തമായ നിലപാടുകൊണ്ടാണല്ലോ. അല്ലാതെ സ്വമേധയാ ബോബി ചെമ്മണ്ണൂർ എന്നാ ഞാൻ നന്നായേക്കാമെന്ന് തീരുമാനിച്ചൊന്നും അല്ലല്ലോ. അല്ല, ജുഡീഷ്യറി നമ്മുടെ മാതാപിതാക്കളെ പോലെയാണ്, പേരന്റിനെ പോലെയാണ്, നമ്മളെ നല്ല വഴിക്ക് നടത്തേണ്ടതാണ്. ഞാനും ഇന്നലെ ചർച്ചകൾക്കിരുന്നു. പക്ഷേ മകരവിളക്ക് മകരജ്യോതി സമയമായ 6:46 ഞാൻ പോയി തൊഴുതിട്ട് തിരിച്ചു വന്നു. അത് വേറെ. ജുഡീഷ്യറിയുടെ ഔന്നത്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ജുഡീഷ്യറിയാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, താങ്കളുടെ കാര്യമല്ല. ആ സമയത്ത് മറ്റൊരു വിഷയമാണ്. ബോബി ചെമ്മണ്ണൂരിന് അറ്റൻഷൻ കിട്ടത്തില്ലല്ലോ. അല്ല, അവർക്കൊരു വ്യാഖ്യാനം. എനിക്ക് ഇനി 2 ബോബി ചെമ്മണ്ണൂർ എനിക്ക് തോന്നുന്നില്ല. കാര്യം 10,200 കോടി ആസ്തി ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. പല ചാനലുകളും സ്വയം തുടങ്ങാൻ കഴിവുള്ള ഒരാളാണ്. അദ്ദേഹം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് പോട്ടെ, എനിക്കറിയില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂർ ചെയ്ത കാര്യം കോടതിയെ പ്രകോപിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ് നിരുപാധികം മാപ്പ് പറയണം. ഒരു വരി കൂടി പറയാം. നമുക്ക് കോടതിയോടുള്ള ബഹുമാനം അബ്സല്യൂട്ട് ആയിരിക്കണം, അൺകണ്ടീഷണൽ ആയിരിക്കണം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അതിനെ അംഗീകരിക്കുന്നു. ഇനി ഇതിന്റെ പേരിൽ ശബരിമല വിധിക്കെതിരെ പ്രതിഷേധിച്ചു എന്ന് എന്നോട് ചോദിക്കേണ്ട, അത് മറ്റൊരു സാഹചര്യമാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് നീതി ജയിച്ച ഒരു ദിവസമാണ്. ഒരു വരി കൂടെ ശ്രദ്ധിക്കണം. ഒരു വരി കൂടി, ഹണി റോസിന്റെ എല്ലാ നിലപാടുകളെയും ഉയർത്തിപ്പിടിച്ചു. സ്റ്റീവ് മെരബോളിയൊക്കെ കോട്ട് ചെയ്തു. നിങ്ങൾ സ്ത്രീപക്ഷവാദികൾ പറയുന്ന നിലപാടിനെ ഉയർത്തിപ്പിടിച്ചു. പക്ഷേ ബോച്ചയെ വേട്ടയാടിയുമില്ല. അതാണ് കോടതിയുടെ മഹത്വം, അതാണ് ബാലൻസ്. ആ ബാലൻസ് എന്ന കോടതികൾ നിയമം നടപ്പാക്കാനാണ്. മാളവിക ബിന്നി, ഇവിടെ ഇപ്പോ കോടതിയിൽ നിന്ന് അതിശക്തമായ നിലപാട് വന്നതോടുകൂടിയാണ് നാടകമൊക്കെ അവസാനിപ്പിച്ച് നല്ല കുട്ടിയായത്. ഇനി ഞാൻ വാ തുറക്കില്ല എന്ന് സമസ്താപരാധം പറഞ്ഞത്. അപ്പോ ഇങ്ങനെ സമൂഹത്തിൽ നിന്നുള്ള ക്രിറ്റിസിസം ഒക്കെ പുല്ലാണ്, എൻ്റെ കയ്യിൽ പണമുണ്ട്,
പോലീസിനെയും പേടിയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഒരു ദിവസം മര്യാദ പഠിക്കും എന്നാണോ മനസ്സിലാകേണ്ടത്? എന്ന് തന്നെയാണല്ലോ നമ്മളിപ്പോ കോടതി ദൃഷ്ടാന്ത മുഖേന തന്നെ നമുക്ക് കാണിച്ച് തന്നത്. പക്ഷെ ഇതിൽ പറയട്ടെ, ഇതിൽ ബോബി ചെമ്മണ്ണൂറിന്റെ വലിയ മനസ്കഥയൊന്നുമല്ല. ഇതൊരു പേടിയുടെ പുറത്ത് മാപ്പ് പറച്ചിലാണ്. അതുള്ളിൽ നിന്ന് വരുന്ന മാപ്പ് പറച്ചിലാണോ എന്നറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും വെള്ളപൂശേണ്ട ആവശ്യമില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ കോടതി എടുത്തിരിക്കുന്നത് വളരെ പുരോഗമനപരമായിട്ടുള്ള, നമുക്കെല്ലാം സന്തോഷിക്കാവുന്ന, ശ്ലാഘനീയമായിട്ടുള്ള ഒരു വിധി പ്രസ്താവം തന്നെയാണ്. വളരെ കൃത്യമായിട്ട് എന്താണ് അതിനകത്ത് ഡബിൾ മീനിങ് എന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന, വിളിക്കാവുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് തന്നെ ആർക്കും ആരെയും ബോഡി ഷെയിം ചെയ്യാനോ ആർക്കും ആരുടെയോ വസ്ത്രധാരണത്തിന്മേൽ ഈ ജഡ്ജ്മെന്റ് മേക്ക് ചെയ്യാനോ ഉള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വിധി വന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇത് വലിയൊരു താക്കീതും കൂടെയാണ്. ബോബി ചെമ്മണ്ണൂറിനെ പോലെ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ വഷളത്തരവും ആഭാസതരവും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള മനുഷ്യർക്കുള്ള വലിയ താക്കീതും കൂടെ ആണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരി, അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ആദ്യം മജിസ്ട്രേറ്റ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും ഈ വിഷയം പരിഗണിച്ച രീതി വളരെ പുരോഗമനപരമാണ്. ബോഡി ഷെയ്മിങ്ങിനെതിരെയുള്ള അതിശക്തമായ, അതിനിശ്ചിതമായ മുന്നറിയിപ്പ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഈ ശതകോടീശ്വരൻ ചെയ്ത കാര്യങ്ങളെയൊക്കെ അങ്ങേയറ്റം ക്രിട്ടിക്കലായി കോടതി സമീപിച്ചു എന്ന് മാത്രമല്ല, കോടതിയെ പരിഹസിക്കാൻ നടത്തിയ നീക്കത്തിന് കൃത്യമായ മറുപടി കൊടുക്കുകയും ജയിലിലിട്ട് വിചാരണ ചെയ്യുന്നത് കാണിച്ചു തരണമെന്ന് ചോദിക്കുകയും ചെയ്തതോടെ സമ്പൂർണ്ണമായി ബോബി ചെമ്മണ്ണൂർ കീഴടങ്ങുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോരാ, അത് നടന്നാൽ ഏത് കൊമ്പനും ആ കൊമ്പ് കുത്തും എന്ന് മനസ്സിലാക്കണോ നമ്മൾ? ഈ വിഷയത്തിൽ നിയമം അതിൻ്റെ നടപടിക്രമങ്ങൾ വാസ്തവത്തിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ബോബി ചെമ്മണ്ണൂർ ചെയ്ത വളരെ നികൃഷ്ടമായ പരാമർശങ്ങൾക്കും ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും ഔട്ട്റേജിങ് മോഡസ്റ്റി എന്ന് പറയുന്ന സ്ത്രീകളുടെ മോഡസ്റ്റിയെ, അവരുടെ മാന്യതയെ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും അശ്ലീലമായ പദപ്രയോഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതിനെ കുറിച്ചിട്ടുള്ള നിയമ നടപടികൾ വാസ്തവത്തിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ അയാളെ അതിൻ്റെ പേരിൽ പരാതി കൊടുക്കുകയും അയാളെ അതിന് അറസ്റ്റ് ചെയ്യുകയും അയാൾക്ക് അതിനുശേഷം ആ ഒരു കാലയളവ് കഴിഞ്ഞ് ജാമ്യം കിട്ടുകയുമാണ് ചെയ്തത്. വാസ്തവത്തിൽ ഇത്തരത്തിൽ ഒരാൾ അയാളുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അയാളുടെ ധനിക ഹുങ്കടക്കമുള്ള ഒരു ധനാഢ്യൻ്റെ എല്ലാവിധത്തിലുള്ള സോഷ്യൽ ക്യാപിറ്റലും ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ളൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട്, ഒരു പുരുഷാധികാര വ്യവസ്ഥയുടെ അധികാര ഹുങ്കിൻ്റെ കൂടി പ്രതീകമായി നിന്നുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ നടത്തിയ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളടക്കമുള്ള ഔട്ട്റേജിങ് മോഡസ്റ്റി അടക്കമുള്ള ഇത്തരം നിയമവിരുദ്ധം കൂടിയായ കാര്യങ്ങൾക്ക് ശിക്ഷ കിട്ടുമോ, അതിലയാൾ ശിക്ഷിക്കപ്പെടുമോ, അതൊരു മാതൃകാ വിധികൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ നടന്നത് ഒരു ബെയിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയും അതിനെ തുടർന്നുള്ള നടപടിക്രമങ്ങളുമാണ്. അതിനെ കുറെ കൂടി നാടകീയമാക്കുന്ന അയാളുടെ പതിവ് പരിപാടികളും ഒക്കെ നടന്നു. ആ നാടകീയമാക്കാനുള്ള നിയമവ്യവസ്ഥയെയും കോടതിയെയും തൻ്റെ നാടകത്തിലെ കഥാപാത്രങ്ങളാക്കി കൊണ്ട് കളിക്കാനുള്ള ആ നാടകത്തിനെ കോടതി കർക്കശമായി നേരിട്ടു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പിന്നെ ഒരു ബെയിൽ ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മെറിറ്റിലേക്കൊന്നും കോടതികൾ സാധാരണ കടക്കാറില്ല. കടന്നാൽ തന്നെയും അത് വിധിയെ ബാധിക്കുന്ന ഒന്നായി സാധാരണ വരാറുമില്ല. ഈ വിഷയത്തിലുള്ള നമ്മൾ ഞാൻ കാണുന്ന പുരോഗമനപരം എന്ന് പറയുന്നത് അതിലെ ആശാസ്യവും ഭാവിയിലേക്ക് പ്രതീക്ഷ നൽകുന്നതുമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഔട്ട്റേജിങ് മോഡസ്റ്റി മാത്രമല്ല, സ്ത്രീത്വത്തെയും സ്ത്രീകളുടെ സാമൂഹ്യ നിലയെയും ഒരു പുരുഷാധികാര വ്യവസ്ഥയിലെ ഒരു ധനികൻ നിന്നുകൊണ്ട്, പ്രത്യേകിച്ചും ഒരു വ്യവസായിയായ ഒരാൾ നിന്നുകൊണ്ട് തൻ്റെ പരിപാടികളുടെ മോഡലായിട്ടോ അല്ലെങ്കിൽ തൻ്റെ പരിപാടികളുടെ ഉദ്ഘാടനത്തിനൊക്കെ വരുന്ന സ്ത്രീകളെ തൻ്റെ കയ്യിലുള്ള താൻ വിലയ്ക്ക് വാങ്ങിയ ചരക്കുകളെ പോലെ, കമ്മോഡിറ്റിയെ പോലെ ഉപയോഗിക്കാൻ തനിക്ക് പറ്റുമെന്നും അത് തനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നുമുള്ള തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ധനിക പുരുഷാധികാര ഹുങ്കിനെതിരെ നടന്ന ഒരു സമരത്തിൻ്റെ ഭാഗമായാണ് ഇത് നമ്മൾ കാണേണ്ടതെന്ന് ഞാൻ കരുതുന്നു. ആ സമരത്തിനെ കോടതികളുടെ ആദ്യ നടപടിക്രമങ്ങളിൽ കോടതികൾ നിരുത്സാഹപ്പെടുത്തിയില്ല എന്നത് തന്നെ
മോശമല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ കാരണം കോടതികൾ പോലും ഇത്തരത്തിലുള്ളൊരു മാട്രിക്സിൻ്റെ ഇത്തരത്തിലുള്ളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോടതികളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ വളരെ അനുകൂലമായ നടപടികൾ ചിലപ്പോൾ ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തരം ഒരു കാര്യത്തിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ ബോധം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്ന ആളുകളൊക്കെ പറയുന്നത് പൊതുവെ ആളുകളൊക്കെ ഞങ്ങളുടെ ഒപ്പമാണെന്നാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിർഭാഗ്യവശാൽ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരത്തിലുള്ള ഈ ആണധികാര വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെയാണ് സംസാരിക്കുക. അവർ ബോബി ചെമ്മണ്ണൂരിനോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ കോടതി വിധി നല്ലതാണ്, നമ്മൾ കോടതിയെ മാനിക്കുന്നു. അതേസമയം ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള മട്ടിലാണ് സംസാരിക്കുക. ഇത്തരത്തിലുള്ള വാചാടോപങ്ങൾക്കും തട്ടിപ്പുകൾക്കും ഒന്നും നിന്നുകൊടുക്കാത്ത വിധത്തിൽ ഒരു പുരോഗമനപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ കോടതി നടപടികളുടെ ഈ പ്രാരംഭ നടപടികൾ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കോടതി എടുത്ത നിലപാടുകൾ മാതൃകാപരമാണ്. ഇതിന്റെ വിചാരണ ഘട്ടത്തിൽ എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഞാൻ അടുത്ത റൗണ്ടിൽ വരാം. പക്ഷേ ദിനു വെയിൽ, ഹണി റോസ് അവരുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞത് ഇത് ഒരു യുദ്ധമാണ് എന്നുള്ളതാണ്. എന്നെ പോലെ അവഹേളിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള യുദ്ധം. ആ യുദ്ധത്തിലെ ആദ്യത്തെ ജയം അവർക്കാണ്. ഇനി ഞാൻ വാ തുറക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പരസ്യമായി പറഞ്ഞ് പത്തി മടക്കിയ ദിവസമാണ് ഇന്ന്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഹണി റോസ് നടത്തിയ പോരാട്ടം ജയിച്ചു തുടങ്ങി. ആരും വിചാരിച്ചിരുന്നില്ല ഇതുപോലെ ഒരു കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു ധനാഢ്യൻ ഒരു ദിവസമെങ്കിലും അകത്ത് കിടക്കുമെന്ന്. ഒരു ദിവസമല്ല, 6 ദിവസം അകത്ത് കിടക്കേണ്ട സാഹചര്യം വരികയും അയാൾ മുൻ നിലപാടുകളിൽ നിന്ന് പിന്മാറുകയും ഭാഷ ഇനി ഞാൻ ശ്രദ്ധിച്ചേ ഉപയോഗിക്കൂ എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു വിജയത്തിന്റെ തുടക്കം കൂടിയല്ലേ? ഇവിടെ ഹണി റോസ് എന്ന് പറയുന്ന ആക്ടർ അവരുടെ ഈ ഒരു സമരം മുന്നോട്ടേക്ക് വെച്ചത്, നിയമയുദ്ധം മുന്നോട്ടേക്ക് വെച്ചത് കാരണം അവർക്ക് മാത്രമല്ല മറ്റ് ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് പലതവണ ഇത്തരം ലൈംഗിക അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന സ്ത്രീകളുണ്ട്. ക്യാമ്പസുകൾക്കകത്ത് അദ്ദേഹം പോയിട്ട് മുഴക്കിയിട്ടുള്ള പല രീതിയിൽ അശ്ലീല പ്രയോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇത്തരത്തിൽ പലപ്പോഴും അദ്ദേഹം ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആയതിനാൽ പരാതിപ്പെടാൻ സാധിക്കാതിരുന്ന ഒരുപാട് സ്ത്രീകൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഹണി റോസിന്റെ ഇപ്പോഴത്തെ നിയമ പോരാട്ടം വിജയം കണ്ടിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഹൈക്കോടതി ബെയിൽ കണ്ടീഷനായി വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ബെയിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് സമാനമായ ഒഫൻസുകൾ ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ബെയിൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് അകത്തിടുമെന്നാണ് കോടതി കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി വായിൽ നിന്നൊരു ദ്വയാർത്ഥ പ്രയോഗം വരാതിരിക്കാൻ ഇവിടെ ശ്രദ്ധ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളത് തീർച്ച തന്നെയാണ്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദണ്ഡിയാത്രയിൽ ഉപ്പ് കുറുക്കി ബ്രിട്ടീഷുകാരാൽ ആക്രമിക്കപ്പെട്ട് ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങി വരുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ആഘോഷം എന്ന പോലെ ചേർത്ത് പിടിക്കാൻ കുറേ മനുഷ്യരുണ്ടല്ലോ, അവരെ കുറിച്ച് ആലോചിച്ച് വലിയ ലജ്ജയാണ് തോന്നുന്നത്. കാരണം അവർ ആർത്ത് വിളിക്കുന്നത് ഹണി റോസ് ഗോ ബാക്ക്, ഹണി റോസ് ഗോ ടു ഹെൽ എന്നാണ് പറയുന്നത്. ഏത് നരകത്തിലേക്ക് ഹണി റോസ് പോകണമെന്നാണ് ഇവർ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ നിയമവാഴ്ച അനുസരിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്ത്രീ പരാതിയുമായി വന്ന സമയത്ത് അവർക്ക് നീതി ലഭിക്കേണ്ട സമയത്ത് അവരോട് നരകത്തിലേക്ക് പോകുക എന്നാണ് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, അവർ മാലയിടുന്നു, പടക്കം പൊട്ടിക്കുന്നു, ബോച്ചെ ബോച്ചെ എന്ന് ആവർത്തിച്ച് പറയുന്നു. ബോച്ചെ എന്നല്ല, ചേ എന്നാണ് ഇവരെ വിളിക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. ചേ എന്നാണ് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഏതൊരു പൗരനും ഇവരെ കാണുമ്പോൾ തോന്നുന്നത്. തികഞ്ഞ ആഭാസമായിട്ടാണ് ഇത് തോന്നുന്നത്. ഇവർക്ക് ഡീസൻസി ഇല്ലേ? ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന്റെ ഡീസൻസി ആണല്ലോ ചർച്ചകളിലേക്ക് ചിലർ കൊണ്ടുവരുന്നത്. ഇവർക്ക് എന്ത് ഡീസൻസിയാണ് ഈ കൂട്ടത്തിനുള്ളത്? എന്ത് ഭരണഘടന മൊറാലിറ്റിയാണ് ഇവർക്കുള്ളത്? പബ്ലിക് ഓർഡറിനോട് ഇവർക്ക് എന്ത് നീതിയാണുള്ളത്? ഇത്തരത്തിൽ പുറത്തിറങ്ങുന്ന ലൈംഗിക അതിക്രമത്തിൽ പുറത്തിറങ്ങുന്ന ആളുകളെ സ്വീകരിക്കുന്ന ആളുകൾക്കെതിരെ കൂടി നിയമ നടപടികൾ എടുക്കുവാനുള്ള രീതിയിൽ നമ്മൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള നിയമസഭകൾക്കകത്തുള്ള അമെൻമെന്റുകൾ കൂടി ഇത്തരം നിയമങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, കോടതിയിലാണ് അൺകണ്ടീഷണൽ വിശ്വാസം, ആബ്സല്യൂട്ട് വിശ്വാസം എന്നൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞു. ബോബി ചെമ്മണ്ണൂരിന്റെ ഈ പറയുന്ന 483 ഓഫ് BNSS പ്രകാരമുള്ള ബെയിൽ ഓർഡറിന്റെ അകത്ത് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ബോബി ചെമ്മണ്ണൂരിനുള്ള മാത്രമുള്ള മറുപടിയല്ല നൽകിയത്, മറ്റ് ചിലർക്ക് കൂടെ ഒരു മറുപടി അവിടെ ഉണ്ട്. കാരണം ഒന്നാമത്തെ ഗ്രൗണ്ടായിട്ട് ഇവർ റേസ് ചെയ്തത് ഹണി റോസ് എന്ന നടിയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളായിരുന്നു. കോടതി കൃത്യമായി എടുത്തു പറയുന്നു ഉത്തരത്തിൽ, പരാതിക്കാരിയുടെ സാമൂഹിക അംഗീകാരം സംബന്ധിച്ച് പൊതുജനങ്ങളുടെ വക്കാലത്ത്
ഒരാളും എടുക്കേണ്ടതില്ലെന്ന് കോടതി വാണ് ചെയ്യുന്നു. നോക്കൂ, ആങ്കർമാരോട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ഹണി റോസിന്റെ വസ്ത്രദാനം അനുകൂലിക്കുന്നുണ്ടോ? നിങ്ങളുടെ പിരുകം പൊന്തുന്നുണ്ടോ? പൊതുജനങ്ങളുടെ ആകെ അഭിപ്രായം എന്ന് പറയുന്നത് ഹണി റോസിന്റെ വസ്ത്രദാനം ശരിയല്ല എന്നൊക്കെ പറഞ്ഞവരോട് കോടതി സൂചിപ്പിച്ചിരിക്കുന്നു, ഹണി റോസിന്റെ സാമൂഹിക അംഗീകാരം സംബന്ധിച്ച് ഒരാളും വക്കാലത്ത് എടുക്കേണ്ടെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതായത് അവരുടെ വസ്ത്രദാനം സംബന്ധിച്ച്, അവരുടെ ഡീസൻസി സംബന്ധിച്ച്, അവരുടെ മൊറാലിറ്റി സംബന്ധിച്ച് ഒരു മനുഷ്യനും പൊതുജനങ്ങളുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് വരണ്ടെന്ന് കോടതി കൃത്യമായി പറയുന്നു. കോടതിയിൽ ഈ വാദം സമർപ്പിച്ച സമയത്ത് നിരുപാധികം ഈ വാദത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അഭിഭാഷകൻ സൂചിപ്പിച്ചത് ഇനി ഇത്തരം ഒരു വാദങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുകയില്ലെന്നാണ് ഉറച്ചു പറയുന്നത്. യെസ്, അതൊരു ശ്രദ്ധേയമായ മാറ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ മര്യാദ പഠിച്ചിട്ടുണ്ട് ബോബി എന്ന് പറയുന്നത്. ആ മര്യാദ ഇവിടെ മാളവിക പറഞ്ഞതുപോലെ പേടിയിൽ നിന്നാകാം. പേടി വേണമല്ലോ, ശിക്ഷ എന്നുള്ളത് അങ്ങനെ ഡിറ്ററന്റും ആകണം. പേടി. ഒരു മറുപടി പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ, താങ്കളോട് തന്നെയാണ് അടുത്ത ചോദ്യം. മറുപടി ശ്രീ ദിനു പറയുന്നതിനോട് 99% യോജിച്ചുകൊണ്ട് ആ 1% വിയോജിപ്പ് പറയാൻ അവസരം വേണം. അതായത് യഥാർത്ഥത്തിൽ ആ ഗ്രൗണ്ട് 1 എന്ന് പറയുന്നത് അവരുടെ ഡ്രസ്സിനെ കുറിച്ചല്ല, ഇവർക്ക് വേണ്ട രീതിയിൽ സാമൂഹിക അംഗീകാരമില്ല. ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് ബോബി ചെമ്മണ്ണൂർ പറയുകയും ആ സ്ത്രീക്ക് എന്നാൽ എക്സെപ്ഷണൽ ടാലന്റ് ഉള്ള ഒരു വ്യക്തി അല്ല എന്ന് പറയുന്നുണ്ട്. സത്യം പറയാമല്ലോ, ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിലും രാമൻപിള്ള സാറിനെ ആരാധിക്കുന്ന വ്യക്തി എന്ന നിലയിലും അല്ലെങ്കിൽ ബോച്ചെ അറിയാവുന്ന വ്യക്തി എന്ന നിലയിലും എനിക്ക് തോന്നുന്നില്ല അവരറിഞ്ഞാണ് ഇത് എഴുതിയെന്ന്. വേറെ ആരെങ്കിലും ഡ്രാഫ്റ്റ് ചെയ്തായിരിക്കും. കാര്യം അങ്ങനെ ഒരു വാദഗതി ഒരിക്കലും ഒരു അഫിഡവിറ്റിൽ വന്നുകൂടാത്തതാണ്. രാമൻപിള്ള സാറിനോട് ചോദിച്ചപ്പോൾ ഇമ്മീഡിയറ്റ്ലി പുള്ളി വിഡ്രോ ചെയ്യുകയും ചെയ്തു. കാര്യം അങ്ങനെ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചോദിച്ചിട്ടല്ല പറയുന്നത്, ജൂനിയേഴ്സ് വല്ലതും ഡ്രാഫ്റ്റ് ചെയ്തായിരിക്കും. അങ്ങനെയല്ല, അങ്ങനെ ഒരു സമീപനം ശരിയല്ല എന്ന് 100% അവിടെ ഇരിക്കുന്ന എല്ലാവരോടും യോജിക്കുന്നു. ഒരു വരി കൂടെ, ഞാൻ അടക്കമുള്ള മുൻകൂർ ജാമ്യം കൊടുത്തതിൽ ആദ്യത്തെ വരി എഴുതിയിരിക്കുന്നത് ഹണി റോസ് സൗത്ത് ഇന്ത്യയിലെ പ്രഗത്ഭയായ നടിയാണെന്നും 18 വർഷത്തിലോളം ആയിട്ട് നമ്മുടെ നാട്ടിലുണ്ടെന്നും അവരുടെ ഏറ്റവും ആദരവാണ്, പക്ഷെ അവരോട് വിമർശനം ഉണ്ടെന്നാണ്. ദയവായി ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ബോച്ചെ പറഞ്ഞ നിലപാടുകൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ബോച്ചെ പറഞ്ഞ വാക്കുകൾ തെറ്റാണ്. ബോച്ചയെ കരിവാരിത്തേക്കണ്ട. 2, രാഹുൽ ഈശ്വർ അടക്കം കേരളത്തിലെ വലിയൊരു ശതമാനം ആൾക്കാർ ഉയർത്തിയ സമീപനം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയാണ്. അത് ഹണി റോസിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള, ഹണി റോസിനെ വിമർശിക്കാനുള്ള അവകാശമാണ്. എനിക്കെതിരെ ചില ആൾക്കാർ വനിതാ കമ്മീഷന് പോയി എന്നൊക്കെ വാർത്ത വന്നു കഴിഞ്ഞു. വനിതാ കമ്മീഷനിലെ ആൾക്കാർക്ക് കേസെടുക്കുമായിരിക്കും, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ പ്രശ്നം, വനിതാ കമ്മീഷൻ അങ്ങനെ കേസെടുക്കാറുണ്ട്, എനിക്ക് പോകാൻ എവിടെയില്ല. ഞങ്ങൾ പുരുഷന്മാർക്ക് ഒരു പുരുഷ കമ്മീഷൻ ഇല്ല, മെൻസ് കമ്മീഷൻ ഇല്ല. ആണുങ്ങൾ ലീഗലി ഓർഫൻസ് ആണ്, നിയമപരമായ അനാഥരാണ്. കുട്ടികൾക്ക് പോകാൻ ബാലാവകാശ കമ്മീഷൻ ഉണ്ട്, സ്ത്രീകൾക്ക് പോകാൻ വനിതാ കമ്മീഷൻ. അങ്ങനെ എവിടെയും ഇല്ല എന്നുള്ളതാണ് സത്യം. അതല്ലേ ഈ നാട്ടിൽ സംഭവിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനുകളുണ്ട്, റിട്ട് പെറ്റീഷൻ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് അവിടെ പൊക്കൂടെ? ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഈ ദിനു ചോദ്യം കേട്ടിട്ട്, അതായത് സ്ത്രീകൾക്ക് ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷനിൽ പോകാമല്ലോ, പിന്നീട് എന്തിനാ വനിതാ കമ്മീഷൻ? സ്ത്രീകൾക്ക് ഓൾറെഡി കോടതി പോകാമല്ലോ, പിന്നീട് എന്തിനാ വനിതാ കമ്മീഷൻ? ഏതൊരു സമൂഹത്തിലും അവിടെ അടിച്ചമർത്തലുകൾ ഏത് കമ്മ്യൂണിറ്റിക്ക് എതിരെയാണോ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയല്ലേ സർക്കാർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് അറിയാത്തതുകൊണ്ടാണല്ലോ, കുട്ടികളെ അടിച്ചമർത്തുന്നതുകൊണ്ടാണ് അവർക്ക് കമ്മീഷൻ ഉള്ളത്. അപ്പം പുരുഷന്മാർക്കും കമ്മീഷൻ വേണം. പുരുഷന്മാർക്ക് മെയിൽ കമ്മീഷൻ ഉണ്ടെങ്കിൽ, മെൻസ് കമ്മീഷൻ ഉണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനും പോകാൻ ഇടം കാണും. ഇല്ലെങ്കിൽ സതീദേവി മാഡത്തിന് തന്നെ ആക്രമിക്കാം, ജയിലിലിടാൻ പറയാം, കുറെ കാലം ജയിലിൽ കിടക്കട്ടെ. അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്താൽ അഭിലാഷിന്റെ സംശയം എനിക്കറിയാം. അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്താൽ അഭിലാഷ് പറയാൻ പോകുന്ന വാദഗതി എനിക്കറിയാം. രാഹുൽ ഈശ്വർ വെർബൽ റേപ്പിനകത്തായി, വെർബൽ റേപ്പിന് രാഹുൽ ഈശ്വറിനെ അകത്താക്കി എന്ന് പറയും. കുറച്ചു കഴിഞ്ഞ് ദിനു അടക്കം ആ വെർബൽ എന്ന വാക്കങ്ങ് മാറ്റും. അവസാനം ഞാൻ റേപ്പിസ്റ്റ് ആവും. ഇതാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പുരുഷന് യാതൊരു എനിക്കറിയാം. ഈ ഇരവാദം കേട്ടാൽ ആളുകൾ ചിരിച്ചു പോകും. ചിരിക്കപ്പുറത്തുള്ള മറുപടി അല്ല. കാര്യം അഭിലാഷ് ഫെമിനിസ്റ്റ് ആയതുകൊണ്ടാണ് ചിരിക്കുന്നത്. അഭിലാഷ് ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് അഭിലാഷ് ചിരിക്കും. പുരുഷന്മാരുടെ ഇനി 2 അഭിലാഷിനോട് പ്രശ്നമല്ല. ആരും ചിരിച്ചല്ലേ എന്റെ സമയം അഭിലാഷ് തരെയാണോ? അഭിലാഷിനോടൊരു ചോദ്യം. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടിക്കെതിരെ കേസ് ഇടണമെന്ന് അഭിലാഷ് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
യെസ് എന്ന് പറഞ്ഞാൽ അഭിലാഷിനോട് പബ്ലിക്കലി അപ്പോളജൈസ് ചെയ്യും. ഇല്ലെങ്കിൽ ഇതിന് ലൈവായി കൊടുക്കണം. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ കേസ് ഇടണം എന്ന് അഭിലാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ? വ്യാജമായ വ്യാജ പരാതി കൊടുത്ത ആളുകൾക്കെതിരെ അഭിലാഷ് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ അഭിലാഷ് പറഞ്ഞിട്ടുണ്ടോ? നിവിൻ പോളിയുടെ വിഷയം ഞാൻ ഇതുവരെ ചർച്ച ചെയ്തിട്ട് കൂടിയില്ല. അതെന്താ നിവിൻ പോളിയുടെ വിഷയം ചർച്ച ചെയ്തില്ലേ? ഞാൻ ചെയ്തിട്ടില്ല. ഒരാൾക്കെതിരെ നിവിൻ പോളിക്കെതിരെ എന്നുള്ളതല്ല ആർക്കെതിരെയും വ്യാജ പരാതി കൊടുക്കരുത്. വ്യാജ പരാതി കൊടുത്ത് വേട്ടയാടിയാൽ അതിന് ഇന്ത്യൻ നിയമവ്യവസ്ഥ നൽകുന്ന സംരക്ഷണമില്ലേ രാഹുൽ ഈശ്വർ? ഒരു ഇതൊരു ചോദ്യമല്ല. നാളെ രാഹുൽ ഈശ്വറിനും അഭിലാഷിനും എന്തെങ്കിലും പ്രശ്നം പറ്റിയാലും രാഹുൽ ഈശ്വറെ കാണൂ. കൂടെ നിൽക്കുന്നവരോട് നിങ്ങളെ ബോബി ചെമ്മണ്ണൂർ സമസ്താപരാധം പറഞ്ഞ് ഇനി ഞാൻ വാ തുറക്കില്ല എന്ന് പറഞ്ഞ ദിവസത്തെ രാത്രിയിൽ ഇങ്ങനെ ഇരവാദം കരയിക്കല്ലേ? തിരിച്ചറിയണം. ആയിക്കോട്ടെ, ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? മാളവിക ബിന്നി മാഡം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ന്യായീകരിച്ചു. എവിടെ ന്യായീകരിച്ചു? കള്ളം പറയുന്നതിന് ഒരു മടി വേണ്ടേ? താങ്കൾ ന്യായീകരിക്കുക അല്ലെങ്കിൽ പിന്നെ എന്താണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ് ന്യായീകരിച്ചു എന്നാണ് അർത്ഥം. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് തെറ്റാണ് എന്ന് ഒരു വാചകത്തിൽ പറഞ്ഞിട്ട് ബാക്കി 15 വാചകങ്ങൾ പരാതി കൊടുത്ത വനിതയ്ക്കെതിരായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ അവർ കേസ് കൊടുത്തത്. ഞാനതിനെ ഇനി അവരെ വേദനിപ്പിക്കുന്നതോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ആയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്ക് ഒറ്റ കാര്യം, ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യത്തിൽ കേരളത്തിലെ പുരുഷന്മാർ അനാഥരാണ്, കേരളത്തിലെ പുരുഷന്മാർ അരക്ഷിതരാണ്, അവർ കണ്ണിൽ കൈയുമായി കഴിയുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ കഥ കേട്ട് കരച്ചിലല്ലേ വരുള്ളൂ. സുപ്രീം കോടതി പോലും പറഞ്ഞില്ലേ അതിൽ കേരളത്തിലെ പുരുഷന്മാർ അരക്ഷിതരാണെന്നോ? അല്ല, സുപ്രീം കോടതി പോലും മിസ്യൂസ് ചെയ്യപ്പെടുന്നു. നമ്മുടെ മലയാളിയായ KG ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ അല്ലേ പറഞ്ഞത് ഞങ്ങൾ സ്ത്രീകൾക്ക് പരിചകൾ കൊടുത്തു. പല സ്ത്രീകളും അത് വാളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകളാണ്. വി ഹാവ് ഗിവൻ ദം ഷീൽഡ്, they are using it as sword. സുപ്രീം കോടതി അല്ലല്ലോ നിയമം ഉണ്ടാക്കുന്നത് നിയമനിർമ്മാണ സഭകളാണ്. ആ നിയമങ്ങൾ അവിടെയുണ്ട്, ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ അഡ്ജുഡിക്കേഷനാണ് കോടതിയുടെ ഉത്തരവാദിത്തം. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വ്യാജമായി പരാതി കൊടുത്താൽ ആ വ്യാജ പരാതിയെ കൗണ്ടർ ചെയ്യാനും ആ വ്യാജ പരാതി കൊടുക്കുന്ന ആളുകളെ ശിക്ഷിക്കാനും ഈ നാട്ടിൽ നിയമവും വ്യവസ്ഥയുണ്ട്. ഒരു ചോദ്യം അഭിലാഷ്, ഈ ചോദ്യത്തിന് സത്യസന്ധമായി പറയണം. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി തെളിഞ്ഞല്ലോ. പോലീസ് റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും കൊടുത്തു. അല്ല, അതിന്റെ നിയമ നടപടിക്രമങ്ങൾ കഴിയണ്ടേ? അപ്പൊ വ്യാജ പരാതി കൊടുത്താൽ മജിസ്ട്രേറ്റിന് തന്നെ ഉത്തരവിടാമല്ലോ ഈ കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ടില്ലല്ലോ. നിവിൻ പോളിക്കെതിരെ ഉയർന്ന പരാതി പ്രഥമ ദൃഷ്ട്യാ തന്നെ പ്രശ്നങ്ങളുള്ള പരാതിയായിരുന്നു. അതിലിപ്പോ പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾ നടക്കട്ടെ. ഇവിടെ ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിനെ പറയുമ്പോൾ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ നിവിൻ പോളിയുടെ വ്യാജ പരാതി ഇവിടെ ഉന്നയിക്കേണ്ട വിഷയം എന്താണ്? അല്ലല്ല, പോലീസുകാർ നിവിൻ പോളിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ആ പെൺകുട്ടിക്കെതിരെ എന്തുകൊണ്ട് നിവിൻ പോളിയുടെ പരാതി ആ റിപ്പോർട്ട് കോടതി സ്വീകരിക്കണമല്ലോ സ്വാഭാവികം. ആ റഫർ റിപ്പോർട്ട് അംഗീകരിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഇങ്ങനെ ഒരു വ്യാജ പരാതി ഉണ്ടാവാൻ ഇടയായത് എന്നുള്ളത് പരിശോധിക്കേണ്ടത്. ഇതിനൊക്കെ ഈ പരിപാടി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കാണണേ. അഭിലാഷ് തന്നെ ഈ പരിപാടി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ താങ്കൾ ഒരു വിഷയത്തിൽ ഉത്തരം ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ പറയൂ, അത് തെറ്റാണെന്ന്. താങ്കൾ ആ വിഷയം ഉന്നയിച്ചപ്പോ തന്നെ പറഞ്ഞില്ലേ, നിവിൻ പോളിക്കെതിരെ എന്നല്ല ഒരാൾക്കെതിരെയും വ്യാജ പരാതി ഉന്നയിക്കാൻ പാടില്ല, ഒരാളെയും വ്യാജമായി ഒരു കാര്യത്തിലേക്ക് വലിച്ചഴിച്ച് അവരെ വേട്ടയാടാൻ പാടില്ല. അതൊക്കെ സുവ്യക്തമായ കാര്യങ്ങളാണ്. ഒരു വിഷയം സംസാരിക്കുമ്പോ സ്ത്രീക്കെതിരെ നടപടി എടുത്തില്ല എന്ന ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ്? താങ്കൾ സാംസ്കാരിക ഡിബേറ്റാണ്. നിങ്ങൾക്കും എനിക്കും അറിയാം. ഇവിടെ ദിനുവയിൽ ഉന്നയിച്ച ഒരു പ്രസക്തമായ ചോദ്യം ഉണ്ടല്ലോ. ഇന്ന് ബോബി ചെമ്മണ്ണൂർ എന്തോ പുരസ്കാരം നേടി, ഓസ്കാർ സമ്മാനം നേടി വന്ന ആളോ ഒളിമ്പിക്സിൽ മെഡൽ നേടി വന്ന ആളോ ഒന്നുമില്ലല്ലോ. ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങിച്ച ഒരാള് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയ കിട്ടുന്ന സ്വീകരണത്തെക്കാൾ വലിയ സ്വീകരണം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് കിട്ടുന്നു. ആ ആൾക്കൂട്ടം എങ്ങനെ ഉണ്ടാവുന്നു? ആ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം എന്താണ്? ആ ആൾക്കൂട്ടത്തിന്റെ മനോഭാവം എന്താണ് എന്നുള്ളത് കൂടി മലയാളികൾ കണ്ണാടി വെച്ച് നോക്കേണ്ടതാണ്. പോയ ആൾക്കാരെ എനിക്കറിയാം. ശാസ്ത്രമംഗലം അജിത് കുമാർ അടക്കമുള്ളവരെ എനിക്കറിയാം. ഞാനാണ് AKMയുടെ പല പരിപാടി ഇനോഗ്രേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യരുത്, ഞാൻ ഈ പരിപാടിക്ക് വരില്ലെന്ന് മാത്രമല്ല, ബോച്ചെ സ്വാതന്ത്ര്യ സമരത്തിനൊന്നും പോയതല്ല. ദിനുവയിൽ പറയുന്നതിനെക്കാട്ടി രൂക്ഷമായിട്ട് ഞാൻ പറഞ്ഞു, ബോച്ചയെ രക്തദാനം കൊടുക്കുമ്പോൾ മല ഇട്ടാ മതി, ബോച്ചെ വീട് കൊടുക്കുമ്പോൾ പടക്കം പൊട്ടിക്കാം, ദീപാവലി വിഷു ഒന്നും അല്ലല്ലോ. അവർക്ക് ജീവിതത്തിൽ സ്ത്രീകളിൽ നിന്ന് നേരിട്ട തെറ്റായ അനുഭവം കാരണം സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കലാണ്. പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. അതായത് പുരുഷ വിരോധമാണ് പുരോഗമനമെന്ന് ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് പോലെ
സ്ത്രീപക്ഷവാദികളെയും ഫെമിനിസ്റ്റുകളെയും പ്രൊവോക്ക് ചെയ്യലാണ് ഈ പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. അവർ 100% ചെയ്തത് തെറ്റാണ്. മാലയിടേണ്ട യാതൊരു ആവശ്യവുമില്ല, പടക്ക പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ അവരോടും പറഞ്ഞു. അവർ ചെയ്യുന്നത് അവർ മുമ്പുള്ള കാര്യത്തിലെ പ്രലോഭനം അല്ല. ഇത് ഒരു സാമാന്യമായ സാമൂഹ്യ ബോധത്തിന്റെ അഭാവമാണ്. ഒരു വ്യക്തി ബസ്സിൽ അശ്ലീലം കാണിച്ചതിന്, ബസ്സിൽ ഒരു വനിതയോട് അപമര്യാദയായി പെരുമാറിയതിന് അകത്ത് കിടന്ന് ഇറങ്ങുമ്പോഴും മാലയിട്ട അതേ ആൾക്കൂട്ടമാണ് ഈ ആൾക്കൂട്ടം. അത് അവർക്ക് പ്രൊവോക്ക് ചെയ്യാനുള്ള വഴിയൊന്നുമല്ല. എന്തോ കാര്യമായ പ്രശ്നമാണ് രാഹുൽ ഈശ്വരെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല സാർ, 101% തെറ്റാണ്. ഇവരുടെ വ്യക്തി ജീവിതം എനിക്ക് അറിയാവുന്നതുകൊണ്ടും അവർക്ക് സ്ത്രീകളിൽ നിന്ന് നേരിട്ട ദുരനുഭവം എനിക്ക് അറിയാവുന്നതുകൊണ്ടും അവരുടെ പരിപാടി ഞാനാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നുള്ളത്. ഈ പരിപാടിയല്ല, ബാക്കി പരിപാടികൾ എനിക്കറിയാം. അവരുടെ ജീവിതത്തിലെ പ്രതികാരം, അല്ല അവരുടെ ജീവിതത്തിൽ സ്ത്രീകൾ അവർക്ക് കൊടുത്ത ദുരനുഭവം അവർക്ക് പ്രതികാരമായി മാറി. അതായത് ഫെമിനിസ്റ്റുകള് പുരുഷ വിരോധമാണ് പുരോഗമനവും തെറ്റിദ്ധരിക്കുന്നല്ലോ, അതേപോലെ സ്ത്രീ വിരുദ്ധമാണ് പുരുഷ സ്നേഹം തെറ്റിദ്ധരിക്കുന്നവരാണ് അവർ. ആ തെറ്റിദ്ധരിക്കുന്നവർ തെറ്റായ പാതയിലാണ്. അങ്ങയോടും ദിനുവിനോടും മാളവിക മാഡത്തോടും പ്രമോദ് സാറിനോടും 100% യോജിക്കുന്നു. ശരി, ഓക്കെ. ശ്രീമതി മാളവിക പറയൂ. ഇവിടെ ഇത് ഈ വിഷയം ഒരു സ്ത്രീ പുരുഷ ദ്വന്ദ്വത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ രണ്ട് വിഭാഗങ്ങൾ, രണ്ട് ജെൻഡറുകളാണ് എങ്കിലും ഇവർ തമ്മിലുള്ള കുഴപ്പത്തിന്റെ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഘർഷത്തിന്റെ വിഷയമാക്കിയാണോ അവതരിപ്പിക്കേണ്ടത്? എന്ത് തോന്നുന്നു? ഒട്ടും അവയല്ല അങ്ങനെയല്ല അവതരിപ്പിക്കേണ്ടതെന്ന് ഈ പറയുന്ന രാഹുൽ ഈശ്വറിന് പോലും അറിയാം. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ, ബോബി ചെമ്മണ്ണൂറിനെ അദ്ദേഹം ഒട്ടും തന്നെ ന്യായീകരിക്കുന്നില്ല. അത് ന്യായീകരിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള മറ്റ് പലരും ഇതൊരു സ്ത്രീ പുരുഷ വിഷയമായിട്ട് അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായിട്ട് ബോബി ചെമ്മണ്ണൂറിനെ പ്രതിനിധീകരിക്കാൻ നോക്കുന്നത്. അതിൽ പരം ഒരു മോശം ആണുങ്ങൾക്ക് വരാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഇതുപോലുള്ള ആ ഓർഗനൈസേഷന്റെ പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. അതിനോട് ഉപമിച്ച് ഫെമിനിസത്തിനെ പറയാൻ പോലും സാധ്യമല്ല. വീണ്ടും രാഹുൽ ഈശ്വർ പല ചർച്ചകളിലും ഫെമിനിസ്റ്റുകളെയും ഫെമിനിസത്തിനെയും തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ടെന്ന് ഞാൻ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ തുല്യതയ്ക്ക് വേണ്ടി, അത് സ്ത്രീ മേൽക്കോയ്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല, ഒരു മൂവ്മെന്റുമല്ല. അത് തുല്യതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. ആണുങ്ങളും പെണ്ണുങ്ങളും മറ്റ് എല്ലാ ജെൻഡറിലുള്ള മനുഷ്യർക്കും തുല്യത കിട്ടണമെന്ന് വിശ്വസിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിദ്ധാന്തമാണെന്നും കൂടെ രാഹുൽ ഈശ്വർ മനസ്സിലാക്കണം. ബാക്കി കണ്ടോണ്ടിരിക്കുന്ന ഇത് മനസ്സിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇനിയെങ്കിലും പോയി തെറ്റ് പറയരുത്. രാഹുൽ ഈശ്വർ അത് ഇനി പറയുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാനത് പറയുന്നത്. ഇതുപോലെ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞു, ഒരു ഫെമിനിസ്റ്റ് പോലും നിവിൻ പോളിയുടെ വ്യാജ കംപ്ലൈന്റ്, അത് ഇപ്പോഴും നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വ്യാജ കംപ്ലൈന്റിനെതിരെ പരാതിപ്പെട്ടില്ലെന്ന്. എന്നാൽ എനിക്കറിയാവുന്ന മിക്ക ഫെമിനിസ്റ്റുകളും ഈ ഹേമ കമ്മീഷന്റെ വെളിപ്പെടുത്തലുകൾ, ഹേമ കമ്മീഷൻ പബ്ലിഷ് ആയതിന് പിന്നെ വന്നുള്ള വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ് എല്ലാവരും തന്നെ കവിയറ്റുകൾ വെച്ച് തന്നെയാണ് ഇതിനോട് കൂടെ വ്യാജ പരാതികൾ വന്നേക്കാം, ആ വ്യാജ പരാതികളെയും പുഴുക്കുത്തുകളെയും തിരിച്ചറിയണം, അതിനെ നിരുത്സാഹപ്പെടുത്തണം എന്ന് പറഞ്ഞ് തന്നെയാണ് ഇവിടെ സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ള എല്ലാ ഫെമിനിസ്റ്റുകളും പോസ്റ്റ് ഇട്ടത്. മിക്ക ചർച്ചകളിലും വന്ന ഫെമിനിസ്റ്റുകൾ എല്ലാം തന്നെ പറയുകയുണ്ട് വ്യാജ പരാതികൾ വരാനുള്ള സാധ്യതകളുണ്ടെന്നും ഇതിനെ തിരിച്ചറിയണമെന്ന് പറഞ്ഞത്. അതിങ്ങനെ ഈ കാടടച്ച് ഇങ്ങനെ വെടിവെക്കുന്ന ഒരു സ്വഭാവം പണ്ടേ ഇങ്ങനെ ഉള്ളവർക്ക് ഉള്ളതാണ്. കാരണം അവർക്ക് പുരോഗമനപരമായിട്ട് ഒന്നും തന്നെ സമൂഹത്തിന് മുന്നോട്ട് വെക്കാനില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ കോടതി വിധി വന്നതിൽ. ഇന്ന് ഒരു വാക്കുപോലും രാഹുൽ ഈശ്വർ പല ഇന്ന് വരെയുള്ള എല്ലാ ചർച്ചകളിലും ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ ഈശ്വർ ഇന്ന് ഒരു വാക്കുപോലും അതിനെക്കുറിച്ച് പറയാത്തതിൽ രാഹുൽ ഈശ്വർ നല്ല കുട്ടി ആയതിലുള്ള സന്തോഷം. ഷേമിങ്ങിനെ കുറിച്ച് വളരെ അതിന്റെ നിയമ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് അതിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന ഇടവേളയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ഇവിടെ ഇപ്പോൾ കേസ് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ സമാനമായ കേസുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയുള്ള അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധത, ബോഡി ഷെയ്മിങ്, വായിൽ തോന്നുന്നത് എന്തും പറയാം എന്ന അവസ്ഥ തുടങ്ങിയവ നോർമലൈസ് ചെയ്യപ്പെട്ടിരുന്നു നമ്മുടെ സമൂഹത്തിൽ. ഇങ്ങനെയൊക്കെ ആകും എന്ന് ഒരവസ്ഥ വന്നിരുന്നു. പക്ഷേ ഈ ഹണി റോസിൻ്റെ കേസ് മുതൽ അങ്ങോട്ട് ഹണി റോസ് പരാതി കൊടുക്കുന്നു, ഉടൻ തന്നെ ചില അറസ്റ്റുകൾ ഉണ്ടാകുന്നു,
അതോടുകൂടി ഈ ഭാഷയ്ക്കും ഈ രീതിക്കുമൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിൽ കോടതിയും വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി മൊത്തത്തിൽ ഓൺലൈൻ വ്യവഹാര ഭാഷയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഒരു നടപടി ചെറിയ തുടക്കം മാത്രമാണ്. അത് തുടങ്ങുമ്പോഴേക്ക് ഇത്ര മാറ്റം ഉണ്ടാവുന്നുവെങ്കിൽ കൃത്യമായി ഇത്തരം വിഷയങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്തു പോയാൽ, അതിന് മാതൃകാപരമായ നടപടികൾ അന്വേഷണ ഏജൻസികളിൽ നിന്നും തുടർന്ന് കോടതികളിൽ നിന്നും ഉണ്ടായാൽ പതിയെ ഇത് മാറുമെന്നുള്ളതിന്റെ സൂചനയാണല്ലോ അത്. തീർച്ചയായും നിയമ നടപടികൾ ഒരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്ന കാര്യത്തിൽ നിയമ നടപടികൾ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വാസ്തവത്തിൽ. അതുകൊണ്ട് അതാണ് നിയമവും അതിൻ്റെ നടത്തിപ്പും നിയമവാഴ്ചയും എല്ലാം ഉദ്ദേശിക്കുന്നത്. നിയമവിരുദ്ധമായ നടപടികൾ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് 100% അത്തരം നടപടികളെ, അത്തരം പ്രവർത്തനങ്ങളെ സമൂഹത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് നിയമവാഴ്ച കൊണ്ട് ഉറപ്പുവരുത്തുക അല്ല ചെയ്യുന്നത്. നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകുന്നുവെന്നും സമൂഹം അതിൻ്റെ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ പരസ്പരമുള്ള ഒരു സാമൂഹ്യ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ നിയമവ്യവസ്ഥയുടെ പ്രവചനീയമായൊരു നിയമവ്യവസ്ഥയുടെ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്. അതിനുള്ള നിയമവാഴ്ച അനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. ഇത്തരം നടപടികൾ അതിനെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ ലൈറ്റ് വേർഷൻസ് ആയിട്ടുള്ള ആൾക്കാരെ അത് തടയുകയും ചെയ്യും. ഓൺലൈൻ മീഡിയയിലും ഒക്കെയുള്ള ഇത്തരം അധിക്ഷേപാർഹമായ ദ്വയാർത്ഥ പ്രയോഗങ്ങളും പരസ്യമായ തെറിവിളികളും ഒക്കെ നടത്തുന്നവരെ അവരിൽ കുറച്ചു പേരെയെങ്കിലും പിന്തിരിപ്പിക്കും. പക്ഷേ വിഷയം ഇതിലും വലുതാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നിയമ നടപടികളൊന്നും നേരിടാതെ തന്നെ കടുത്ത സ്ത്രീവിരുദ്ധത പറയാവുന്ന തരത്തിലുള്ള ഒരു പുരുഷാധികാര വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം, ഒരു ഘടന, ഒരു സ്ട്രക്ചർ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ അതിൻ്റെ പ്രതീകവും പ്രതിനിധാനവും കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പോൾ ഹണി റോസിൻ്റെ വസ്ത്രവും സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഹണി റോസിൻ്റെ വസ്ത്രം സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരാളെ കോടതി ശിക്ഷിക്കുമോ ശിക്ഷിക്കില്ലേ എന്നല്ല പ്രശ്നം. അത്തരത്തിൽ നിയമത്തിൻ്റെ കൃത്യമായ ശിക്ഷാ നടപടികളിലേക്ക് കടന്നു പോകാത്ത വിധത്തിൽ തന്നെ വളരെ സുഗമമായി സ്ത്രീവിരുദ്ധത പറയാവുന്ന ഒരു അധികാരക്രമത്തെയാണ് നമ്മൾ പുരുഷാധികാര വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ പുരുഷന്മാർ അനാഥരാണ് എന്നിവിടെ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ബോബി ചെമ്മണ്ണൂരിൻ്റെ വക്താവ് പോലെ സംസാരിക്കുന്ന അദ്ദേഹം ഇവിടെ പറഞ്ഞു. എങ്ങനെയാണ് പുരുഷന്മാർ അനാഥരാകുന്നത്? അത് വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു കേസിൽ ആരെങ്കിലും ഒരു കള്ളപ്പരാതി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു തെറ്റായ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതോ ഒന്നുമല്ല നിയമവാഴ്ചയെയോ ഒരു സാമൂഹ്യ വ്യവസ്ഥയെയോ പ്രതിനിധീകരിക്കുന്നത്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു സമൂഹത്തിലെ പാർശ്വവൽകൃതരായ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ സവിശേഷാവകാശങ്ങളെ നൽകുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതാണ് ഇത്തരം സവിശേഷമായ നിയമങ്ങൾ, പ്രത്യേക നിയമങ്ങൾ. അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരായുള്ള അട്രോസിറ്റീസ് തടയുന്നതിന്, കുട്ടികൾക്കെതിരായിട്ടുള്ള അട്രോസിറ്റീസ് തടയുന്നതിന്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം തടയുന്നതിനുള്ള സവിശേഷ നിയമങ്ങൾ അതുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. അത് ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായാണ്. ഈ പ്രശ്നം പുരുഷന്മാർ അനുഭവിക്കുന്നില്ല. ഇപ്പോൾ പുരുഷന്മാർക്ക് ആരുണ്ട്, ഞങ്ങൾക്ക് ആരുണ്ട് എന്നുള്ള വിലാപകാവ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അത് ഇപ്പോൾ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബാലകൃഷ്ണൻ ചോദിച്ചു എന്നല്ലേ പറയുന്നത്. ബാലകൃഷ്ണൻ തന്നെ ഇരുന്ന കോടതി നോക്കൂ. ഹൈക്കോടതികളിൽ 13%, സുപ്രീം കോടതിയിൽ 9%-മാണ് സ്ത്രീകളായ ജഡ്ജിമാരുടെ പ്രാതിനിധ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ പുരുഷന്മാർക്ക് ആരുണ്ട് എന്ന് ചോദിക്കുന്ന കോടതികളിൽ 87% പുരുഷന്മാരാണ്, 91% പുരുഷന്മാരാണ് ഈ രണ്ട് കോടതികളിലും. നമ്മളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ, നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ, പാർലമെന്റിലെ 10%, രാജ്യത്തെ മറ്റ് നിയമനിർമ്മാണ സഭകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവിടെ 5%-ഒക്കെയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പുരുഷന്മാർക്ക് ആളില്ലാത്തതുകൊണ്ടാണോ? നമ്മുടെ പോലീസ് സേനയാകട്ടെ, നമ്മുടെ കോടതികളാവട്ടെ, നമ്മുടെ രാഷ്ട്രീയ അധികാര ഘടനയാവട്ടെ, നമ്മുടെ കുടുംബ ഘടനയാവട്ടെ, ഇതെല്ലാം പുരുഷാധികാര ക്രമത്തിനെ താങ്ങി നിർത്തുന്ന, അതിനെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടനകളാണ്. ഈ ഘടനകളിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിയമപരമായ ചില നടപടികൾ കൊണ്ട് മാത്രം നിൽക്കില്ല. അത് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ പോകുന്ന ഒരു സ്ത്രീക്ക് അവിടെ ഇനിയൊരു പരാതി പറയാൻ പോകണോ എന്ന് തോന്നും വിധത്തിൽ നേരിടേണ്ടി വരുന്ന പുരുഷാധികാര പ്രശ്നങ്ങൾ അവിടെയുണ്ട്, പുരുഷാധികാരത്തിൻ്റെ പ്രയോഗങ്ങൾ അവിടെയുണ്ട്. അവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ വളരെ ഹീനമായാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ത്രീകളെ, ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്ന സ്ത്രീകളെയൊക്കെ നമ്മളുടെ നിയമവ്യവസ്ഥയിൽ പോലീസ് സ്റ്റേഷൻ തൊട്ട് അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ വൈകി, വളരെ പതുക്കെയാണ് കോടതികളിലെ അതിഭീകരമായ
തരത്തിലുള്ള ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ മാത്രമല്ല അവരുടെ ജീവിതത്തിൻ്റെ രീതികളെ വരെ അപഹസിക്കുന്ന രീതിയിലുള്ള ക്രോസ് എക്സാമിനേഷനുകൾക്ക് ഒരു മാറ്റം വന്നു തുടങ്ങുന്നത് ഈ അടുത്ത കാലത്താണ്. അപ്പം ഞാൻ പറയുന്നത് നിയമ നടപടികൾ എന്നുള്ളതിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഹണി റോസിൻ്റെ വസ്ത്രം ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നും എനിക്കൊപ്പമാണ് കേരള സമൂഹം എന്നും പറയുന്ന തരത്തിൽ അഹങ്കരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പുരുഷാധികാര ഔദ്ധത്യത്തെ താങ്ങി നിർത്തുന്ന ഒരു ഘടനയും ക്രമവും ഇവിടെയുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അല്ലാതെ ഒരു സ്ത്രീ വിമോചന രാഷ്ട്രീയത്തിൻ്റെയോ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെയോ ധാരകൾക്ക് മുൻകൈ ഇവിടെയില്ല. അങ്ങനെ മുൻകൈ ഉണ്ടാകുന്ന സാമൂഹ്യ സമരങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഹണി റോസിന്റെ പരാതി എന്നുള്ളതും അതിലേക്കാണ് ഒരു സംഭാവന കോടതി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. ശരി, ഓക്കെ. ശ്രീ ദിനുവെയിൽ, ഇവിടെ ഇപ്പോൾ ഇന്ന് ഞാനിനി വാ തുറക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് സ്വമേധയാ അയാൾക്കൊരു പരിവർത്തനം വന്നിട്ടൊന്നുമല്ല. ബെയിൽ ക്യാൻസൽ ചെയ്യുമോ, ജാമ്യം ക്യാൻസൽ ചെയ്ത് വീണ്ടും ജയിലിലേക്ക് കോടതി അയക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. കാരണം വളരെ സ്റ്റേണായ ഒരു ആക്ഷൻ രാവിലെ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ജാമ്യം ക്യാൻസൽ ആവാതിരിക്കാൻ ഞാനിനി മര്യാദക്കാരനായി എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നതിനപ്പുറത്ത് നോക്കൂ, നമ്മൾ ഇന്നലെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയാൽ പുറത്തിറങ്ങേണ്ടതാണ്, പക്ഷേ പുറത്തിറങ്ങുന്നില്ല. അതിന് പറഞ്ഞ ന്യായം ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാനില്ലാതെയൊക്കെ ജയിലിൽ വന്ന ആളുകൾ ജാമ്യം എടുക്കാൻ കഴിയാതെ, ജാമ്യത്തിന് തുക കെട്ടിവെക്കാൻ കഴിയാതെ ഇവിടെ കഴിയുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി ഒരു ദിവസം കൂടി ജയിലിൽ കഴിയുന്നു എന്നൊക്കെ പറയുന്നു. മൊത്തത്തിൽ ഒരു തരത്തിലുള്ള ഒരു ഷോ എന്ന് നമുക്ക് പറയാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് വേണ്ടത്ര വിജയിച്ചില്ല. കോടതി വളരെ ശക്തമായി വടിയെടുത്തു. ഈ വടി പേടിച്ച് മിണ്ടാതിരിക്കൽ ഒരു മനുഷ്യന്റെ പരിവർത്തനമായി കാണാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഒരുപക്ഷെ അന്തർദേശീയ നാടക മത്സരത്തിൽ മത്സരിക്കുകയാണെന്നൊക്കെ സ്വയം തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അത്തരം അനുഭവങ്ങൾ അത്തരം രീതികളിലാണല്ലോ ഇടപെടലുകൾ പൊതുവെ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊരു നാടക മത്സരമല്ലെന്നും ബെസ്റ്റ് ആക്ടർ പദവി കൊടുക്കാൻ പറ്റില്ലെന്നും കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ ഓഡിയൻസ് ആയിരിക്കുന്നതിൽ നിയമസാക്ഷരത വളരെ കുറഞ്ഞിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ രാഹുൽ അടക്കം പറയുന്ന നുണകൾ ഒരുപക്ഷെ അവരെ സ്വാധീനിക്കാൻ തയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു 3 കാര്യങ്ങൾ കൃത്യമായി ഞാൻ നിയമവശങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പുരുഷൻ എന്ന് പറയുന്നത് ഏകദാനമായിട്ടുള്ളൊരു കാര്യമല്ല. നോക്കൂ, മധു എന്ന ആദിവാസി കൊല്ലപ്പെടുന്ന സമയത്ത് ഇത്തരം പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളെയും നമ്മൾ കാണുന്നില്ല. തെന്മലയിലെ രാജീവ് എന്ന് പറയുന്ന ആൾക്കെതിരെ പോലീസ് അതിക്രമം ഉണ്ടാകുമ്പോൾ ഇവരെ കാണുന്നില്ല. സഹദ് എന്ന് പറയുന്ന ട്രാൻസ്മാൻ പ്രസവിക്കുന്ന സമയത്ത് അയാൾക്കെതിരെ അതിക്രമം ഉണ്ടാകുമ്പോൾ ഇവരെ കാണുന്നില്ല. കിഷോർ കുമാർ എന്ന് പറയുന്ന ഗേ ആയ പുരുഷൻ മരിക്കുമ്പോൾ ഇവരെ കാണുന്നില്ല. ആത്മഹത്യ ചെയ്യേണ്ടി വരുമ്പോൾ ഇവരാരും എത്തിച്ചേരുന്നില്ല. ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, പുരുഷന്മാർക്ക് വേണ്ടി ഇവരാരും തന്നെ സംസാരിക്കുന്നില്ല. ഇവരെപ്പോഴും സംസാരിക്കുന്നതും ഒച്ച വെക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും ലൈംഗിക അതിക്രമ കേസുകൾക്കകത്ത് ജാമ്യം കിട്ടുകയോ വെറുതെ വിടുകയോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ പടക്കം പൊട്ടിക്കുന്നതും മാലയിടുന്നതും. മറ്റൊരു വിവേചനം അനുഭവിക്കുന്ന പുരുഷന്മാർക്കൊപ്പം ഇവർ നിന്നിട്ടില്ല. ഇത്തരം പുരുഷന്മാർക്കൊപ്പം കൃത്യമായി കഴിഞ്ഞ 10 വർഷമായി കേരളത്തിനകത്ത് നിൽക്കുന്ന ഒരാളെന്ന ഉറപ്പിന്റെ പേരിൽ കൂടിയാണ് എനിക്കിത് പറയാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ട് പുരുഷന്മാരുടെ ഒപ്രഷൻ ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലേ, നിസ്സഹായരാണ് ഞങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് രാഹുൽ ഈശ്വർ. നോക്കൂ, ഇവിടെ നിയമവ്യവസ്ഥയ്ക്ക് ആർട്ടിക്കിൾ 14 എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ 15 3 ക്ലോസ് പ്രകാരം പറയുന്നു സ്ത്രീകൾ, കുട്ടികൾ അവർക്ക് പ്രത്യേക പരിഗണന വേണം. 46 പ്രകാരം പറയുന്നു SC ST OBC അടക്കമുള്ള പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന വേണം. തുല്യതയുടെ മറ്റൊരു ആശയമായിട്ടാണ് അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഭരണഘടന തന്നെ കൃത്യമായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉള്ളത് കൊണ്ട് പുരുഷന്മാർക്കൊന്നുമില്ലേ എന്നാണ് ചോദ്യം. പുരുഷന്മാർക്ക് കൃത്യമായ വ്യവസ്ഥ ഇവിടെ ഉണ്ട്. നോക്കൂ, BNSന്റെ 229 വകുപ്പ് പ്രകാരം തെറ്റായ എവിഡൻസ് ഒരു സ്ത്രീ കൊടുത്തു കഴിഞ്ഞാൽ, ജുഡീഷ്യൽ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാലും 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കാര്യമാണ്. പോഷ് ആക്ടിനകത്ത് കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നു, തെറ്റായൊരു പരാതിയാണ് തൊഴിലിടത്തെ ആണിനെതിരെ ഒരു സ്ത്രീ കൊടുക്കുന്നതെങ്കിൽ അവർക്കെതിരെ കൃത്യമായ ക്രിമിനൽ ആക്ഷൻ വരാമെന്നുള്ള രീതിയിലുള്ള കൃത്യമായ പ്രൊവിഷനുകൾ പോഷ് ആക്ടിലുണ്ട്. ഇങ്ങനെ വളരെ കൃത്യമായി നിയമത്തിനകത്ത് പുരുഷന്മാർക്ക് ഇനി ഇതൊന്നുമല്ലെങ്കിലും കൃത്യമായി ആർട്ടിക്കിൾ 32 ഉപയോഗിച്ചുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഉപയോഗിച്ചുകൊണ്ട് 226 പ്രകാരം ഹൈക്കോടതിയിലും 32 പ്രകാരം സുപ്രീം കോടതിയിലും മൗലികാവകാശം ലംഘിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നതാണ്. മൗലികാവകാശ ലംഘനങ്ങൾക്കകത്ത് ഒരു വിവേചനവും ഒരു കോടതിയും ഇന്നേ വരെ കാണിച്ചിട്ടില്ല. ഇത്തരം പ്രൊവിഷൻസ് ഒക്കെ നിയമത്തിൽ നിലനിൽക്കുകയാണ്. പുരുഷന്മാർക്ക് വകുപ്പില്ലെന്ന് പറയുന്നത് ഇത് നിയമ വിദ്യാർത്ഥി കൂടിയാണെന്ന് ആവർത്തിച്ച് പറയുന്ന രാഹുൽ ഈശ്വർ പറയുന്ന നുണയാണെന്നുള്ള കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ ഒറ്റ കാര്യം കൂടെ നിരന്തരം രാഹുൽ ആവർത്തിക്കുന്നത് എന്താണ്? വസ്ത്രദാനത്തെക്കുറിച്ച് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇത് കോടതിയിലെ ആന്റിസിപ്പേറ്ററി ബെയിലിലും രാഹുൽ പറയുന്നതാണ് പറയുന്നത്. ആദ്യം രാഹുൽ പറഞ്ഞ കേസ് സ്വയം വാദിക്കുന്നുള്ളതാണ് പാർട്ടി ഇൻ പേഴ്സൺ. ഇപ്പം പിന്നെ വക്കീലിനെ വെച്ച കാര്യം നമുക്കറിയാം, വക്കീലിനെ വെച്ചോട്ടെ, അത് രാഹുലിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. നോക്കൂ, മാറ്റ് അപ്പീൽ നമ്പർ 706 ഓഫ് 2024
കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീകളുടെ വസ്ത്രത്തെ വിലയിരുത്താൻ ഒരാൾക്കും അവകാശമില്ല. ഒരു സ്ത്രീയെ പരിഷ്കൃത സമൂഹത്തിൽ അവളുടെ വസ്ത്രത്തിന്റെ പേരിൽ മാത്രം വിലയിരുത്തുന്നത് ക്ഷമിക്കാനാവാത്തതാണ്, അനുവദിക്കാൻ പാടില്ലാത്തതാണെന്ന് കൃത്യമായി മാറ്റ് അപ്പീലിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആന്റിസിപ്പേറ്ററി ബെയിലിൽ ഈ പ്ലീയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കോടതി രാഹുലിനുള്ളതും കൂടെ മടക്കി തരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യം കൂടെ, ആർട്ടിക്കിൾ 19(1) പ്രകാരം രാഹുലിന് മൗലികാവകാശമുണ്ട് എന്തും പറയാനെന്നാണ്, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയാനെന്നാണ് രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കൃത്യമായി WPC 2108/2014 കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നു, ഒരാളുടെ ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് പേഴ്സണൽ ഓട്ടോണമി, പ്രൈവസിയുടെ ഭാഗമായി ജസ്റ്റിസ് പുട്ടുസ്വാമി കേസിൽ പറയുന്ന വസ്ത്രധാരണം അടക്കമുള്ള സ്വകാര്യത, 21 സംരക്ഷിക്കുന്ന സ്വകാര്യത, 21ന്റെ മുകളിലല്ല ഒരു മനുഷ്യന്റെയും ആർട്ടിക്കിൾ 19 അഥവാ ആവിഷ്കാര സ്വാതന്ത്ര്യം. കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും സമയത്തിൽ ആർട്ടിക്കിൾ 19 അതായത് രാഹുൽ ഈശ്വറിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള കമന്റും ഹണി റോസിന്റെ വസ്ത്രം ധരിക്കാനുള്ള പേഴ്സണൽ ഓട്ടോണമിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 നിൽക്കുകയുള്ളൂ. ഹണി റോസിന്റെ വസ്ത്ര സ്വാതന്ത്ര്യമേ പേഴ്സണൽ ഓട്ടോണമി നിലനിൽക്കുന്നു എന്ന് കോടതി കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആന്റിസിപ്പേറ്ററി ബെയിലിൽ ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ കേരള ഹൈക്കോടതി മുൻപാകെ ഇതേ വാദം ആന്റിസിപ്പേറ്ററി ബെയിലിൽ ആവർത്തിക്കരുത്. കോടതി കൃത്യമായി അതിന്റെ ഗ്രൗണ്ട്സ് പറഞ്ഞുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പറഞ്ഞുകൊണ്ട് എടുത്തത് കയ്യിൽ വെക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഞാൻ 30 സെക്കൻഡിൽ ദിനു മറുപടി ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ കാര്യം, മധുവിന്റെ കാര്യത്തിൽ ആദ്യ ദിവസം എനിക്ക് TV വരാൻ പറ്റിയില്ല, സത്യമാണ്. കാര്യം ഞാൻ മധുവിന്റെ വീട്ടിലായിരുന്നു. അതായത് മധു ഇഷ്യൂ റൈസ് ചെയ്ത് വന്നപ്പം മധുവിന് ആദ്യമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചത് രാഹുൽ ഈശ്വറാണ്. 1.5 ലക്ഷം രൂപ വീരേന്ദ്ര സെവാഗ് എന്നെ വിളിച്ച് പറയുകയും ഞാൻ അവിടെ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. മൂന്ന് കാര്യം. ദേവൻ രാമചന്ദ്രൻ സാറിന്റെ December 14, 2024 വിധി എന്താന്ന് പറഞ്ഞാൽ, ജഡ്ജിങ് എ വുമൻസ് മൊറാലിറ്റി ബൈ ഹെയർ അറ്റയർ ഈസ് അൺഅക്സെപ്റ്റബിൾ. ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെ ധാർമ്മികത അവളുടെ വസ്ത്രം കൊണ്ട് അളക്കരുത്. തീർച്ചയായിട്ടും യോജിക്കുന്നു. പക്ഷേ ആ സ്ത്രീയുടെ വസ്ത്രം ശരിയല്ലെന്ന് പറയാൻ എനിക്ക് റൈറ്റ് ഉണ്ട് ഡിനു. ഇത് ഞാൻ തന്നെ ആയിരിക്കും കോടതിയിൽ വാദിക്കുന്നത്, ഡിനുവിന് കാണാം. 3, വേറൊരാളെ വെച്ചത് വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ ശനിയാഴ്ച എന്റെ മകന്റെ ജന്മദിനം, ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ എനിക്ക് എറണാകുളത്ത് പോകാൻ പറ്റില്ല. അപ്രിഹെൻഷൻ ഓഫ് അറസ്റ്റ് ഉള്ളതുകൊണ്ട് എറണാകുളത്ത് അഡ്വക്കേറ്റ് അലക്സ് കെ ജോണിനെ ഏൽപ്പിച്ചതാണ്. ഭാവിയിൽ ഈ കേസ് വരുമ്പോ ഞാൻ തന്നെ വാദിക്കുന്ന ഡിനുവിന് കേൾക്കാം. പിന്നെ ഇനി അഭിലാഷിനോട് ഒരു വരി കൂടി. അഭിലാഷ് ഇത്രയൊക്കെ സ്ത്രീവിരുദ്ധനാണെന്ന് പറഞ്ഞല്ലോ. ഈ ഹണി റോസിന്റെ കേസിന്റെ 10 ഇരട്ടി വലിയ അഖില ഹാദിയ കേസിൽ രാഹുൽ ഈശ്വർ 10 വർഷം കൊണ്ട് സമ്പാദിച്ച എല്ലാ പൊളിറ്റിക്കൽ ക്യാപിറ്റലും, 2007 മുതൽ 2017 വരെ ഞാൻ സമ്പാദിച്ച എല്ലാ പൊളിറ്റിക്കൽ ക്യാപിറ്റലും, കൂടെ നിന്ന എല്ലാ RSSകാരെയും BJPക്കാരെയും വെറുപ്പിച്ച് അഖില ഹാദിയ എന്നൊരു പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ നിലപാട് കൂടി എടുത്തതുകൊണ്ടാണ് ആ കുട്ടിക്ക് വെളിയിൽ ഇറങ്ങാൻ കഴിഞ്ഞത്. കപിൽ സിബില് 77 ലക്ഷം രൂപ മേടിച്ചാണ് വാദിച്ചത്. രാഹുൽ ഈശ്വർ ഹിന്ദു വിശ്വാസി ആയതുകൊണ്ടും ഗാന്ധിയിൽ വിശ്വസിക്കുന്നതുകൊണ്ടും എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശിട്ട് ഫ്രീ ആയിട്ട് അഖില ഹാദിയക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. എന്റെ കൂടെ ഇടപെടലിലാണ് അഖില ഹാദിയ പുറത്തിറങ്ങിയെന്ന് മറക്കരുത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ചില പോയിന്റ്സ് ഒക്കെ യോജിപ്പാണ്, ഇല്ലെന്നൊന്നുമല്ല. പക്ഷെ നിങ്ങളെ എതിർക്കുന്നവരെല്ലാം പിന്തിരിപ്പന്മാരും 10ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവരുവാണെന്നൊന്നും ധരിക്കരുത്. നിങ്ങൾക്ക് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിവുണ്ട് എന്നൊന്നും ധരിക്കരുത്. ചില പോയിന്റുകളോട് ഞാൻ യോജിക്കുന്നു, ചില പോയിന്റുകളോട് യോജിക്കുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണം. ആ ബാലൻസ് എന്ന് പറഞ്ഞാൽ പുരുഷനെ വേട്ടയാടുന്നതിൽ സന്തോഷിക്കുന്ന ഫെമിനിസ്റ്റുകൾ യോജിക്കുന്നില്ല. അതേപോലെ സ്ത്രീകളെ പ്രകോപിപ്പിക്കുന്നതും ബോച്ചയ്ക്ക് മാല ഇടുന്നതുമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നില്ല. ബോച്ചെ പോലും അത് കോടതി പറഞ്ഞു. ബോച്ചെ പോലും പറഞ്ഞു, ഞാൻ ശക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു ഒരാളും ഇങ്ങോട്ട് വരരുത് എന്ന്. അതുകൊണ്ട് ചില ആൾക്കാർ എങ്ങനെയുണ്ട്, അവരെ 100% യോജിക്കുന്നില്ല. അവരെ വ്യക്തിപരമായി അറിയാം, പക്ഷെ യോജിക്കുന്നില്ല. ഇനി അഭിലാഷിന്റെ ചോദ്യം ചോദിക്കാം. അല്ല, എന്റെ ചോദ്യത്തിലുള്ള പല കാര്യങ്ങളും താങ്കൾ ഇതിനോട് തന്നെ ആൻസർ ചെയ്തു. ആവട്ടെ, ഇവിടെ ഇപ്പോൾ ഈ വസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് ഒഴിവാക്കാം രാഹുൽ ഈശ്വർ. ഒന്ന്, താങ്കൾ തന്നെ അതിന് നിയമ നടപടി നേരിടുകയാണ്. താങ്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി മുൻപാകെയുണ്ട്. അപ്പോൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ള മറ്റുള്ള ഇയാൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന മറ്റുള്ള ഒരു അഭിലാഷ് പറയുന്നോണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അടക്കം അഭിലാഷിന്റെ പരിപാടികളിൽ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന് വിളിക്കുന്നവരില്ലേ? അഭിലാഷ് എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? ആഭാസ് എന്ന് വിളിക്കുന്നവരില്ലേ? അപ്പുറത്തിരിക്കുന്ന സ്ത്രീയോട് ചോദിച്ചാൽ അവർ പറയും സ്ത്രീ ഇനി അങ്ങനെ മോശമായിട്ട് പറഞ്ഞല്ല. മാളവിക ബെന്നി മാഡം ആണ് എന്നെ അങ്ങനെ വിളിച്ചത്. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ളത് മാളവിക ബെന്നി മാഡം അടക്കം ഉള്ളവർ അല്ല പറഞ്ഞോട്ടെ. പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന്
എന്നും ആഭാസം എന്നും ഒക്കെ എന്നെ എന്തും ചീത്ത വിളിക്കാം. ഞാൻ ഇതിന്റെ 10-1 വാക്ക് തിരിച്ചു ഞങ്ങൾ പറയുന്നത് എന്താ? മാഡം എനിക്ക് ഒരു വരി കൂടെ പറയുന്നത് പഠനങ്ങൾ അനുസരിച്ച് ഇങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ളവർ ചെന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞത്. മാളവിക മാഡം ഇതിനെക്കാട്ടി പൊതിഞ്ഞു കെട്ടിയ ഭാഷയിൽ ചീത്ത വിളിക്കാൻ എനിക്ക് അറിയില്ലെന്നാണോ മാഡം കരുതുന്നത്? ഇതിനേക്കാൾ സഭ്യമായ ഭാഷയിൽ അറിയില്ലെന്നാണോ മാഡം കരുതുന്നത്? മാഡം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ആ വാക്കിലൂടെ എന്താണ് ധ്വനിപ്പിക്കുന്നതെന്നും മാഡത്തിനും എനിക്കും അറിയാം. ഈ വളരെ പറയണ്ട, ഞാൻ നേരിട്ടേ പറയാം. അതുകൊണ്ട് രാഹുലീശ്വർ വിമർശിക്കുന്നെങ്കിൽ മുഖത്ത് നോക്കി വിമർശിക്കും. നടന്ന പഠനങ്ങളുടെ ബേസിസിലാണ് പറയുന്നത് റേപ്പിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. രാഹുൽ ഇത് ഉന്നയിച്ചത് കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന മനുഷ്യരുടെ സ്വഭാവം പഠന വിധേയമാക്കി 10 വർഷത്തോളം അടുത്തുള്ള മറ്റ് ലൈംഗിക അതിക്രമികളെയും രാഹുൽ ഒരു സെക്കൻഡ് സമാധാനം പറയും. എനിക്ക് മര്യാദയ്ക്ക് കേൾക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അക്ഷരം ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് രണ്ടുപേരും ഓക്കെ. രാഹുൽ സമാധാനത്തിൽ രാഹുലിന്റെ പോയിന്റ് പറയൂ, ഞാൻ കേൾക്കാം. ആര് റേപ്പിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു? അഭിലാഷിന്റെ ചർച്ചയിൽ എത്ര വിദഗ്ധമായിട്ട് വന്ന് റേപ്പിനെ ജസ്റ്റിഫൈ ചെയ്യുന്നവർ അങ്ങനെ മാറും എന്നൊരു പഠനമുണ്ട് എന്ന് പറയുന്നു. ചർച്ചയിലോ എന്റെ ചർച്ചയിൽ ആരെങ്കിലും റേപ്പിനെ ന്യായീകരിച്ചാൽ ഞാനത് അനുവദിക്കാറില്ല. അഭിലാഷ്, റേപ്പിനെ ജസ്റ്റിഫൈ ചെയ്യുന്നവർ അങ്ങനെ എത്തും എന്ന് എന്നെ ധ്വനിപ്പിച്ച് പറയുന്നതിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? അല്ല, ഞാൻ പറയട്ടെ, ഇത് നമ്മളൊരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേഴ്സണൽ ആക്കണ്ടേ? ഞാൻ പറയുന്നത് ഞാൻ ചോദിച്ചില്ലല്ലോ. നോക്കൂ, നമ്മളൊരു വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് പേഴ്സണൽ ആയി പോവണ്ട, അത് വിടൂ, അത് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. കുഞ്ഞികൃഷ്ണൻ സാറിന്റെ സമീപനമാണ് ഏറ്റവും നല്ലത്. എന്നാ താൻ കേസ് കൊടുക്കുന്ന സിനിമയിലെ PP കുഞ്ഞികൃഷ്ണൻ മജിസ്ട്രേറ്റിന്റെ അഭിനേതാവ് ചെയ്തതുപോലെ പി കുഞ്ഞികൃഷ്ണൻ സാർ ഏറ്റവും നല്ല ബാലൻസ് ചെയ്തു. ബാലൻസ് ഒന്നും ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. വളരെ കൃത്യമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, വളരെ ഉദാത്തമായ ഉയർന്ന നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ നിലയ്ക്ക് ചേരുന്ന ഒരു നിയമപരമായ സമീപനമാണ് എടുത്തത്. അല്ലാതെ ബാലൻസോ അങ്ങനെ പറയരുത്. അങ്ങനെയല്ല, ബാലൻസ് ഓഫ് ആർഗ്യുമെന്റ്സ് ആണ് പലപ്പോഴും ജഡ്ജ്മെന്റ്. പോട്ടെ, അത് മറ്റൊരു വിഷയം. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാറിന്റെ വിധിയെ വളരെയധികം അഭിനന്ദിക്കുന്നു. വലിയൊരു ടെംപ്ലേറ്റ് ആണ് നമ്മൾ ഒരു കാര്യത്തിൽ എല്ലാവരും. ഓക്കെ, അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിനെ അംഗീകരിച്ചു എന്ന് പറയുന്നു, നല്ല കാര്യം. അദ്ദേഹം വളരെ ഉയർന്ന നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ നിലയ്ക്ക് അനുയോജ്യമായ ഉയർന്ന നീതിബോധം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളും ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരവുമാണ് പുറപ്പെടുവിച്ചത്. അതുകൊണ്ടാണല്ലോ ഇതൊരു മുന്നറിയിപ്പായി മാറുന്നു എന്ന് പറയുകയും ചെയ്യുന്നത്. എന്റെ ചോദ്യം ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിട്ട് പോലും ആ ഉത്തരവിനെ തന്നെ അവഹേളിക്കുന്ന വിധത്തിലാണല്ലോ ബോബി ചെമ്മണ്ണൂർ പെരുമാറിയത്. കൃത്യമായി കോടതിയെ പരിഹസിക്കലാണ് ഇന്നലെ അദ്ദേഹം പുറത്തിറങ്ങാതിരിക്കുക വഴി ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തത് അതിനേക്കാൾ വലിയ കാര്യമാണ്. അപ്പോൾ കോടതിക്ക് ഇന്നലെ ജാമ്യം കൊടുത്ത ഒരാളോട് മര്യാദ കാണിച്ചില്ലെങ്കിൽ പിടിച്ചകത്തിടുമെന്ന് പറയേണ്ടി വരുന്ന, ഇന്ന് സ്വമേധയായി വിഷയം എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. താങ്കളിപ്പോ ജസ്റ്റിസിനെ PV കുഞ്ഞികൃഷ്ണനെ ഒരുപാട് ശ്ലാഘിച്ചല്ലോ. കോടതി ഒരു നല്ല സ്പിരിറ്റിൽ 5 ദിവസത്തെ തടവറ എന്നുള്ളത് സമൂഹത്തിനൊരു സന്ദേശമാണ് ഈ വ്യക്തിക്കും എന്നുള്ള നിലയിൽ നിശിതമായ വിമർശനത്തോടുകൂടി ജാമ്യം കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുക, നിയമത്തെ ബഹുമാനിക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വം പോലും ശ്രീ ബോബി ചെമ്മണ്ണൂർ കാണിച്ചിട്ടില്ല എന്നുള്ളത് താങ്കൾ അംഗീകരിക്കുമോ? അങ്ങനെയല്ല അഭിലാഷ്, ഈ പറഞ്ഞതിന്റെ സ്പിരിറ്റിനോട് 101% യോജിക്കുന്നു. മാത്രമല്ല, കുഞ്ഞികൃഷ്ണൻ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു, വേണമെങ്കിൽ 2 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി 2 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ എനിക്കറിയാം. അതായത് എന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് നിന്നെ 1 വർഷമോ 3 വർഷമോ ജയിലിൽ പിടിച്ചില്ല അറിയാവുന്ന രീതിയിൽ ശക്തമായി പറഞ്ഞു. രാമൻപിള്ള സാർ പോലും ഇത് പ്രതീക്ഷ കാണില്ല. ഇന്നലെ ആരും ബോബി ചെമ്മണ്ണൂറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു സമീപനം ഉണ്ടെന്ന് പ്രതീക്ഷ കാണില്ല. അതിരാവിലെ തന്നെ അതിശക്തമായിട്ട് തന്നെ നമ്മൾ കോടതിയെ പ്രകോപിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡ് എടുക്കരുത്. ഈ നാട് ഇങ്ങനെ നിന്നു പോകേണ്ടത് കോടതികളുള്ളതുകൊണ്ടാണ്. ഒരു സന്തുലനം, ഇനി ബാലൻസ് എന്ന വാക്ക് ഇഷ്ടമല്ലെങ്കിൽ വിശാല അർത്ഥത്തിൽ ഈ നാടിന്റെ സന്തുലനം കാക്കുന്നത് കോടതികളാണ്.
അതുകൊണ്ട് ഞാൻ ഏത് കോടതി വിധിയെയും, ഒരു ശബരിമല വിഷയം വേറെയാണ്, ബാക്കി എല്ലാ രീതിയിലും കോടതിയുടെ വെളിയിൽ നിൽക്കുന്ന ആളെ കണ്ടാൽ പോലും എണീച്ചൊന്ന് സാറിന് വിളിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് കോടതികളുടെ ആ നിലപാടിനെ ശ്ലാഘിക്കണം. ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും അങ്ങനെ അല്ലെന്ന് പറയാൻ തോന്നിയാൽ ഒരു കാരണവശാലും ചെയ്യരുത്. അത് ജയിലിൽ പോകുന്നുള്ള പേടി കൊണ്ടല്ല. കാര്യം നമ്മുടെ നാട് നിലനിന്ന് പോകാൻ കോടതി പോലൊരു സംവിധാനം അത്യാവശ്യമാണ്. അതുകൊണ്ട് പൂർണ്ണമായും കോടതിക്ക് അടിപ്പെട്ട് കോടതി പറയുന്നത് കേട്ട് കോടതിയുടെ നല്ല നടപ്പ് മനസ്സിലാക്കി നമ്മുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ മാറ്റുന്ന മനോഭാവത്തിലേക്ക് ബോച്ചെ വരണം. ബോച്ചയ്ക്ക് ഇനിയും കേരള സമൂഹത്തിന് ആവശ്യമുണ്ട്. ഒരുപാട് ജനങ്ങളുടെ ലൈഫിലേക്ക് ആവശ്യമുണ്ട്. ആ 1 കോടി രൂപ എത്രയും പെട്ടെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കണം. ഒരുപാട് പേരുടെ റിമാൻഡ് പ്രതികൾക്ക് വെളിയിൽ വരാൻ കഴിയും. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ കോടതിയെ അറിയാതെ പോലും പ്രകോപിപ്പിക്കുന്ന ഒരു സമീപനം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. ഉണ്ടെങ്കിൽ സമസ്താപരാധം പറഞ്ഞ് തെറ്റ് പറഞ്ഞ് കോടതിക്ക് അടിപ്പെടുക എന്ന കാര്യത്തിൽ 2 വശങ്ങളില്ല. അത് കോടതിയെ മാത്രമല്ല, അത് കോടതിയെ പേടിയുള്ളതുകൊണ്ട് മാത്രമല്ല കേട്ടോ. അതാണ് ശരി, അതാണ് നന്മ, അതാണ് ധർമ്മം. അതുകൊണ്ടാണ് ഈ ജയിലിൽ പോകുമോ എന്നുള്ള ഭയം വരുമ്പോൾ മാത്രമല്ലല്ലോ ധർമ്മവും നീതിയും ഒക്കെ വരേണ്ടത്. ഇവിടെ ശ്രീമതി മാളവിക ബിന്നി, ഇവിടെ ഇപ്പോൾ ഒരു ബോബി ചെമ്മണ്ണൂർ ഒരു പാഠം പഠിച്ചു എന്ന് വിചാരിക്കാം. ഇതിനപ്പുറത്ത് ഇപ്പോൾ നമ്മുടെ സെലിബ്രിറ്റികളെ സംബന്ധിച്ച്, സിനിമാ താരങ്ങളാവട്ടെ, മറ്റു നിലയിൽ സെലിബ്രിറ്റികളായ ആളുകളാവട്ടെ, അവരെ സംബന്ധിച്ച് ഒരു കല്യാണത്തിന് പോലും പോകാൻ കഴിയില്ല. ഏത് ആംഗിളിലൊക്കെ എവിടെ നിന്നൊക്കെ ക്യാമറ വരില്ല എന്ന് അവർക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയുണ്ട്. അത് പല പ്രമുഖരായ വ്യക്തിത്വങ്ങളും പറയാറുണ്ട്. ഇത് വലിയ തോതിൽ അവർക്കൊരു ഹരാസ്മെന്റ്. പണ്ട് നമ്മൾ പാപ്പരാസി എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഇത് അതിനും അപ്പുറത്ത് മൊബൈൽ ഫോൺ ഉള്ളവർക്കെല്ലാം ഷൂട്ട് ചെയ്യാം. അത് ഏത് ഫേസ്ബുക്ക് പേജ് വഴിയും ഏത് യൂട്യൂബ് പേജ് വഴിയും എന്ത് ക്യാപ്ഷൻ ഇട്ടും പ്രചരിപ്പിക്കാം. അതിന് താഴെ വന്ന് കുറെ ഇന്നിപ്പോൾ മാലയിട്ട അതേ ആളുകളുടെ മനോനിലയുള്ള ആളുകൾക്ക് എന്തും വിളമ്പാം എന്നൊക്കെയുള്ള അവസ്ഥ കൂടി സമൂഹം നേരിടുന്നുണ്ട്. അപ്പോൾ ഒരു ബോബി ചെമ്മണ്ണൂർ വാ തുറക്കില്ല എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് ഈ പ്രശ്നം തീരില്ലല്ലോ. ഇല്ല, ഈ പ്രശ്നം വ്യവസ്ഥാപിതമായിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ദളിത് പെൺകുട്ടിയെ, പത്തനംതിട്ടയിലുള്ള ദളിത് പെൺകുട്ടിക്കെതിരെ സംഭവിച്ച 5 വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നവും, കഴിഞ്ഞ ദിവസം നിറം കുറവാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി, അവരുടെ പ്രശ്നവും, ഇപ്പോൾ സംഭവിക്കുന്ന ഈ ബോബി ചെമ്മണ്ണൂറിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ പ്രശ്നവും അത് എല്ലാം തന്നെ ഒരു സ്ട്രക്ചർ, ഒരു വ്യവസ്ഥാപിതമായ ലാർജർ പേട്രിയാർക്കി എന്നുള്ളൊരു പ്രശ്നത്തിന്റെ പല 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 മുഖങ്ങൾ മാത്രമാണ്. ഇതിനെല്ലാം നമുക്ക് അഭിസംബോധന ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തുടങ്ങേണ്ടത്, നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്താണ് ഇപ്പോൾ നിലനിൽക്കുന്ന പേട്രിയാർക്കൽ കണ്ടീഷനിൽ നിന്ന് മുക്തമാക്കിയിട്ട് അവരെ ജെൻഡർ ഈക്വാലിറ്റി പഠിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇവിടെ വീണ്ടും വീണ്ടും പറയുകയുണ്ടായി, നമ്മളൊരു ബാലൻസ് കണ്ടെത്തണം എന്നുള്ളത്. ഈ ഇരയും വേട്ടക്കാരനും തമ്മിൽ എന്ത് ബാലൻസ് ആണ് കണ്ടെത്താൻ നമുക്ക് കഴിയുക? ഈ മർദ്ദനം അനുഭവിക്കുന്നവരും മർദ്ദിക്കുന്നവരും തമ്മിൽ നമുക്കൊരു ബാലൻസ് കണ്ടെത്താൻ കഴിയുമോ? ഈ ഒപ്പീനിയൻ എന്ന് പറയുന്നതെല്ലാം വാലിഡ് അല്ല. അഭിപ്രായം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള സീമകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തും പറയാൻ, ഈ എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ളൊരു എൻറ്റൈറ്റിൽമെന്റ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ പലപ്പോഴും മെയിൽ എൻറ്റൈറ്റിൽമെന്റ് എന്ന് വിളിക്കും. കാരണം അങ്ങനെ ഒരു വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു മനോഭാവത്തിൽ നിന്നാണ് പലപ്പോഴും ഈ പല ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും പല ചോദ്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നതും. ഒരു മോബിനകത്ത് ഒരു സെലിബ്രിറ്റി ആയ ഒരു സ്ത്രീ ആണെങ്കിൽ അവരെ തൊടുകയും പിച്ചുകയും ഒക്കെ ചെയ്യാമെന്നുള്ള മനോഭാവം എല്ലാം സ്റ്റെം ചെയ്യുന്നത് ഈ ഒരു സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെന്റിൽ നിന്നാണ്. ഈ എൻറ്റൈറ്റിൽമെന്റിനെ ചോദ്യം ചെയ്യാനുള്ള ആദ്യത്തെ ഒരു പടിയായിട്ട് തന്നെയാണ് ഈ കോടതി വിധി നമുക്ക് വായിക്കാൻ പറ്റുന്നത്. പക്ഷെ അതിനോടൊപ്പം നേരത്തെ എൻ്റെ പേര് പരാമർശിച്ചത് കൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഞാൻ 7ഓളം പഠനങ്ങളുണ്ട്. അതായത് 1998 എബെ എന്ന് പറഞ്ഞ പ്രൊഫസറുടെ, 1998 തന്നെ സവാക്കി എന്ന് പറഞ്ഞ റഷ്യൻ പ്രൊഫസറുടെ, 2001 ക്ലിന്റൺ ആൻഡ് ബക്കിന്റെ, 2005 ഗിഡയൻ സ്ലോബോ ആൻഡ് ലൂതറുടെ, 2002 മുർണം എന്ന് പറഞ്ഞ പ്രൊഫസറുടെ, ഇങ്ങനെ 7ഓളം പഠനങ്ങൾ പല രാജ്യങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ലൈംഗിക അതിക്രമത്തിൽ ഏർപ്പെടുന്നവരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അലിഗേഷൻ വന്നിട്ടുള്ളവരെ നിരന്തരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പെർവേർഷൻ, അതായത് നിങ്ങൾക്കും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളത്. ഇത് രാഹുൽ ഈശ്വർ സിദ്ദിഖിനെയും ദിലീപിനെയും വിജയ് ബാബുവിനെയും ബോബി ചെമ്മണ്ണൂരിനെയും ഒക്കെ ക്ലീൻ ചിറ്റ് കൊടുത്തോണ്ടിരുന്ന സമയത്താണ് ഞാനിത് പറയുന്നത്. ഇദ്ദേഹത്തിന് ഒരു പേഴ്സൺ, ഞാൻ പറഞ്ഞു അവരുടെ വിധിയൊന്നും വന്നിട്ടില്ല, നിയമ നടപടികൾ നടന്നു. ഇത് ഞാൻ പറയട്ടെ, പറഞ്ഞു തീർത്തോട്ടെ.
ഇപ്പൊ അത് രാഹുൽ ഈശ്വർ ഇതിന് വെളിയിൽ കിടക്കാൻ ഒറ്റൊരു മാർഗ്ഗമുള്ളൂ, അതിനെ പേഴ്സണലൈസ് ചെയ്ത് പറയുക. ഇങ്ങനെയുള്ള എന്താണ് രാഹുൽ ഈശ്വർ വേഴ്സസ് മാളവിക ബിന്നി എന്ന് പോകുന്നതിൽ യാതൊരു രീതിയിലും എന്റർടൈനിങ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. നമുക്കിവിടെ പറയണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് രാഹുൽ ഈശ്വറിനെ തന്നെ പ്രതിഷ്ഠിക്കുന്നതും ചമയുന്നതും നിർത്തണം. കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ട് നേരത്തെ ദിനൂബിൽ പറഞ്ഞു കഴിഞ്ഞു, പലപ്പോഴും പുരുഷന്മാരുടെ ഒരു പ്രശ്നങ്ങളിലും യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടാത്ത വെറും ഈ ലൈംഗിക ആരോപണങ്ങളുടെ കാര്യങ്ങളിൽ പ്രമുഖരായിട്ടുള്ള പുരുഷന്മാരെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ ആണ് ഈ ആർജവം കാണിക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കാസ്റ്റ് ഓണർ കില്ലിങ്സ്, ജാതി ദുരഭിമാന കൊലകളിൽ കൊല്ലപ്പെടുന്നത് പുരുഷന്മാരാണ്. ഇതിനെതിരെ എന്താണ് ഇവർ സംസാരിക്കാത്തത്? ഏറ്റവും കൂടുതൽ മാൻഹോൾ ഡെത്ത്സിൽ ഞങ്ങളുടെ ദളിത് മനുഷ്യരാണ് മരിച്ചു പോകുന്നത്. അവിടെ ഒന്നും സംസാരിക്കാൻ ഇവരെ നമുക്ക് കാണാൻ സാധ്യമല്ല. പെറ്റേണിറ്റി റൈറ്റ്സിന് വേണ്ടി എന്തുകൊണ്ടാണ് ഇവർ പോരാടാത്തത്? ഏറ്റവും കൂടുതൽ IT കമ്പനികളിൽ ചൂഷണം ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ അവേഴ്സ് എടുക്കേണ്ടി വരുന്നതും പുരുഷന്മാർക്കാണ്. അതിനെതിരെ ഒരു പോരാട്ടവും നമ്മൾ കാണുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഇവരുടെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലുള്ള വിഷയത്തിൽ. അവിടെ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ഇവർ ഇതിൽ കൂടെ സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് വളരെ കൃത്യമായിട്ട് സൊസൈറ്റിയെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പ്രശ്നത്തിൽ നിന്ന് ചെറിയ 30 സെക്കൻഡിന്റെ വളരെ ചെറിയൊരു ഇടവേളയുടെ സമയമായിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് വരാം, മറുപടി പറയാൻ അവസരം തരാം. ചെറിയൊരു ഇടവേള. അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവിനെ നീതിബോധമുള്ളവർ സ്വാഗതം ചെയ്യുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ വിഷയത്തിൽ മെറിറ്റിലേക്ക് പോവാതെ ബെയിലിന്റെ സ്കോപ്പ് മാത്രം നോക്കിയിട്ടുള്ള വിധിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ നല്ല ജാമ്യം എന്നുള്ള വിഷയം വരുമ്പോൾ അങ്ങനെയാണ് സാധാരണ നിലയിൽ ഉണ്ടാവുക. പക്ഷെ അതിനപ്പുറത്ത് കൃത്യമായി ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച്, ഇതുപോലെയുള്ള വല്ലാത്ത നിലയ്ക്കുള്ള പെരുമാറ്റത്തെക്കുറിച്ച്, പെർവേഷനെ കുറിച്ചൊക്കെ കൃത്യമായി ഒരു സാമൂഹികതയുടെ പക്ഷത്ത് നിന്ന് നിലപാടുകൾ എടുക്കുകയും അത് കൃത്യമായി പറയുകയും ഒരു തിരുത്തൽ ശക്തിയാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിസം, സാധാരണ നിലയിൽ ഒരു ജഡ്ജ്മെന്റിന് അപ്പുറത്തുള്ള ഒരു ആക്ടിവിസം അവിടെ വന്നു എന്നുള്ളതിനെ എങ്ങനെ കാണാം? അല്ല, ഇത്തരം ഒരു കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ കേസിൽ ഇയാൾ എന്ത് ചെയ്തു ചെയ്തില്ല, ഇതിൽ തെളിവുകളുണ്ടോ എന്ന തരത്തിൽ ഇതിൻ്റെ ഒരു ഫാക്ച്വൽ മാട്രിക്സ് നോക്കിയിട്ട് അതിൻ്റെ മറ്റ് വസ്തുതകളിലേക്ക് കടക്കുകയും ഭാവിയിൽ ഇതിൻ്റെ വിചാരണയെ സ്വാധീനിക്കാവുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ജാമ്യ ഉത്തരവുകളിലോ ജാമ്യം കൊടുക്കുന്നതിലോ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുവെയായിട്ടുള്ള ഒരു നിയമ നടപടിയുടെ ഒരു അടിസ്ഥാന ഘടകം. അതിനപ്പുറത്തേക്ക് ഈ കേസിൽ, ഈ പർട്ടിക്കുലർ കേസിലുള്ള ഒരു ജാമ്യം കൊടുക്കുമ്പോൾ വെക്കാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, ഈ കുറ്റാരോപിതൻ പുറത്തു കടന്ന് സമാനമായ കുറ്റകൃത്യങ്ങൾ, ആരോപിക്കപ്പെട്ട തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് എന്ന് കോടതിക്ക് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് കോടതി ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കോടതി ഈ വിഷയത്തെക്കുറിച്ച്, ഇത്തരത്തിലുള്ളൊരു കാര്യത്തെക്കുറിച്ച്, ഈ പരാതിയെക്കുറിച്ച് ഈ തരത്തിൽ സംസാരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ സ്ത്രീകൾക്കെതിരായ, കുട്ടികൾക്കെതിരായ, പാർശ്വവൽക്കൃതരായ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർക്കെതിരായ പ്രശ്നങ്ങളിലും പരാതികളിലുമൊക്കെ കേവലമായ നിയമത്തിൻ്റെ നടപടിക്രമങ്ങൾക്കപ്പുറം അത് സാമൂഹ്യമായ ഒരു പ്രശ്നമാണെന്ന് കാണുകയും അതിൽ ഒരു നീതിബോധത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് കോടതികൾ ചെയ്യേണ്ടത്. ഏതാണ്ട് അത്തരത്തിൽ കോടതി ഈ ജാമ്യഹർജിയുടെ സമയത്ത് പോലും ഈ വിഷയത്തെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ടെങ്കിൽ അത് വളരെ സ്വാഗതാർഹമാണ്. അപ്പോഴും ഈ കേസിന്റെ മെറിറ്റിനെ കോടതി കൈകാര്യം ചെയ്യണോ എന്നുള്ള വിധത്തിൽ അത് വേറൊരു വിഷയമാണ്. അത് കൃത്യമായ സാങ്കേതികവും നിയമത്തിന്റെ നിയമവാഴ്ചയുടെ അടിസ്ഥാന ഘടകമായ വിചാരണ ഘട്ടത്തിലേക്ക് കടക്കട്ടെ. എന്തായാലും ആശ്വാസകരമായ കാര്യം ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, ഇനി വാ തുറക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുമ്പോൾ അതൊരു മനുഷ്യൻ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഉറപ്പ് എന്നുള്ളതിനപ്പുറത്ത് അതൊരു പ്രവണതയുടെ അവസാനമായി മാറട്ടെ. ആർക്കും എന്തും പറയാം, എന്ത് അശ്ലീലവും എന്ത് ആഭാസവും എന്ത് ആക്ഷേപവും ആരെക്കുറിച്ചും പറയാം എന്ന അവസ്ഥ മാറുന്നത് നല്ലതാണ്. അതിനൊരു തുടക്കമാകട്ടെ എന്ന് വിചാരിക്കാം. വളരെ നന്ദി ശ്രീ പ്രമോദ് പുഴങ്കര, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീമതി മാളവിക ബിന്നി, ശ്രീ ദിനൂബയിൽ സംസാരിച്ചതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.